കാരുണ്യമെന്നിൽ ചൊരിയണം ഭൂവിലും കാരണനായുള്ള തമ്പുരാനെ. അച്ഛനും അമ്മയും എന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെ ഉന്മയിൽ സ്നേഹിച്ചും ആദരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ തന്റെ കൂടെ പിറപ്പികളാ നിനച്ചും മാതൃഭൂവിനായി ജീവൻ ത്യജിച്ചോരെ മാതൃകയായിട്ട് സ്വീകരിച്ചും. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ ഓൾ. ഗുഡ് മോർണിംഗ്. നല്ല പ്രെയർ ആയിരുന്നു. പേര് അത് തന്നെയാണോ? മിഥുല ഭാഷ അങ്ങനെ തന്നെയാണോ പേര്? പേര് മിഥുലാണ്. ഹസ്ബൻഡിന്റെ പേരാണ് ഭാഷ. ഒരു യുണീക് നെയിം. താങ്ക് യു മാം. എവിടെ വീട്? എവിടെ? വീട് മലപ്പുറമാണ്. മലപ്പുറം മുണ്ടുപറമ്പ്. ഓക്കെ, പ്ലീസ്. പ്രെയർ മാത്രമല്ലേ കഴിഞ്ഞുള്ളൂ, ബാക്കി പ്ലീസ്. യെസ്. Thought for the day. Just one small positive thought in the morning can change your all day. നമ്മൾ രാവിലെ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ ആ ദിവസം മുഴുവൻ നമുക്ക് നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ സാധിക്കും. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. താങ്ക് യു. യെസ്. സൈൻ ഇൻ ഉണ്ടോ? ഡാൻസ് ഒക്കെ കളിച്ച് സൈൻ ഇൻ ചെയ്തൂടെ? നല്ല ഡാൻസേഴ്സ് ഒക്കെ കാണുമല്ലോ. പോരട്ടെ. അത് പറഞ്ഞപ്പോ ആരും മിണ്ടുന്നില്ല. എങ്ങനെയായാലും സൈൻ ഇൻ ചെയ്ത കുഴപ്പമില്ല കേട്ടോ. ഡാൻസ് കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. പ്ലീസ്. ഓക്കെ ഫൈൻ, നമുക്ക് എന്തെങ്കിലും ക്ലാസ്സിലേക്ക് പോകാം. സോ നമ്മളെല്ലാരും പരസ്പരം വെൽക്കം ചെയ്യുന്നു. സോ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പറയുക? യെസ് പ്ലീസ്. ഗുഡ് മോർണിംഗ് ഓൾ. മാഡം ഗുഡ് മോർണിംഗ്. ജിഷ മാം. നമ്മുടെ ക്ലാസ് എടുക്കുന്ന ജിഷ മാമിനും മറ്റെല്ലാവർക്കും ഞാൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ പരസ്പരം ശരിക്കും അറിഞ്ഞു കഴിഞ്ഞു എല്ലാരും? ഗ്രൂപ്പിലൊക്കെ എല്ലാരും സംസാരിച്ചൊക്കെ തുടങ്ങിയോ? പേഴ്സണലി സംസാരിച്ചു തുടങ്ങിയോ? ഒരു ഫീലൊക്കെ ആയോ? ഞങ്ങളൊക്കെ ഒന്നാണ്, ഞങ്ങളൊക്കെ ഒരു കുടുംബമാണെന്നോ അങ്ങനെ അതൊക്കെ ഒരു ഫീലായോ? ഇല്ലേ? ആയിട്ടുണ്ട്. ഓക്കെ. പിന്നെ നമുക്കിങ്ങനെ ചിലപ്പോ ഇങ്ങനെ ശബ്ദം കേട്ടാലും സംസാരിച്ചു കഴിയുമ്പോഴേ നമുക്ക് ഇത് എന്റെ ഒരു വൈബാണ്, എന്റെ ഒരു പൾസാന്ന് തോന്നുന്നത്. അങ്ങനെ കൂട്ടായാലൊന്നും കുഴപ്പമൊന്നുമില്ല. അതിനെ ഗ്രൂപ്പിസ് ഒന്നും പറയില്ല. നമ്മൾ അങ്ങനെ ഒരാളോട് നമുക്കൊരു അടുപ്പം തോന്നിക്കഴിഞ്ഞാൽ അത് ആ ഒരു ഫീല് നമുക്ക് കിട്ടുവാണ്. എത്ര ദൂരെയാണെങ്കിലും കണ്ടിട്ടില്ലെങ്കിലും ശബ്ദം കൊണ്ടുമൊക്കെ നമുക്ക് അതിന് തെറ്റൊന്നുമില്ല കേട്ടോ. പക്ഷെ എല്ലാരും കൂടെ ഒരു ഫീലും ഉണ്ടായിരിക്കണം. നമ്മുടെ ആ ഒരു പൾസിലേക്ക് വരുന്നവരെ ഒരുമിച്ചാക്കുന്നതും അതൊക്കെ നല്ല കാര്യം തന്നെ. ഓക്കെ, റെക്കോർഡ് ക്ലാസ് കാണുന്നവരൊക്കെ കോണ്ടാക്ട് ചെയ്യാറുണ്ടോ? എന്തെങ്കിലും സംശയം ചോദിക്കാനൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട്. ഗ്രൂപ്പിൽ ഇങ്ങനെ ചോദിക്കാറ്. ഓക്കെ, മാക്സിമം സപ്പോർട്ട് ചെയ്യാം. കാരണം ചില കുട്ടികളുണ്ടല്ലോ, ഒരു ക്ലാസ് പോലും മിസ്സാക്കാതെ ഇരുന്ന് റെക്കോർഡ് ക്ലാസ് കണ്ട് അവര് ഈ പൈവയ്ക്കൊക്കെ വരുന്ന സമയത്തായിരിക്കും അവരെ കൂടുതൽ മനസ്സിലാവണത്. അപ്പൊ അവരിങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ ശരിക്കും റെസ്പെക്ട് തോന്നും. കാരണം റെക്കോർഡ് ക്ലാസ് കാണാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ടാസ്ക് തന്നെയാണ്. ലൈവില് വന്നിരിക്കുന്ന പോലെയല്ല അല്ലേ? അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എപ്പോഴെങ്കിലൊക്കെ ക്ലാസ് മിസ്സായി റെക്കോർഡ് കാണുമ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ അവരെ മാക്സിമം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ക്ലാസ്സിൽ അന്നന്നത്തെ കാര്യങ്ങളൊന്ന് ബ്രീഫ് ചെയ്തിടുമ്പോൾ അവർക്കൊരു ഐഡിയ കിട്ടും എന്താണ് സംഭവിച്ചിരുന്നത്. ഇനി അസൈൻമെന്റ് അതൊക്കെ തരുന്നത് അതൊന്നും പേടിക്കരുത്, ടെൻഷൻ ആവരുത്. എന്താണ് നിങ്ങളുടെ ഉള്ളിലുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം നമ്മൾ പോയിട്ട് ഒരു മെഷീൻ നന്നാക്കൊന്നുമല്ല ചെയ്യുന്ന ജോലി. നമ്മുടെ മുന്നിലേക്ക് വരുന്ന കൊച്ചു കുട്ടികൾ വളരെ നിഷ്കളങ്കരാണ്.
അവരെന്തൊക്കെയോ പ്രതീക്ഷിച്ചായിരിക്കും നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് എന്നെ കൂടി ഒന്ന് ആഡ് ചെയ്യാൻ പറ്റുമോ ഗ്രൂപ്പിൽ? അതേ ആതിര ചോദിക്കുന്നു. ആരാണ് ആഡ് ചെയ്യുന്നത്? അതിന്റെ നമ്പർ ആ ചാറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ആഡ് ചെയ്തോളൂ. ടീച്ചർ, എന്റെ പേര് ആതിര എന്നാണ്. ഞാൻ ഇപ്പൊ ഇത്രയും ഡേയ്സില് ഫുള്ള് ഞാൻ റെക്കോർഡ് ക്ലാസ് മാത്രം കണ്ടുകൊണ്ടിരുന്ന ഒരാളാ. വർക്കുണ്ട്. അപ്പം വർക്കിനിടയ്ക്ക് ഞാൻ ഹാർഡ്വെയർ കമ്പനിയിൽ അക്കൗണ്ട്സിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അപ്പത്തേട്ടും എനിക്ക് ആ ടൈമില് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനൊക്കത്തില്ല. ഇപ്പോഴും ഓഫീസിൽ നിന്നാണോ? ഇപ്പൊ ഓഫീസിൽ തന്നെ അതിന്റെ വേറൊരു ആവശ്യത്തിനായിട്ട് പുറത്തോട്ട് വന്നതാണ്. അപ്പൊ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ ഫ്രീ ടൈം കിട്ടിയപ്പോ ഞാൻ ഫസ്റ്റ് ഒന്ന് ഇടയ്ക്ക് കേറിയിട്ടുണ്ട്. പക്ഷെ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ തന്നെ പോരണ്ടേം വരും. അപ്പൊ എനിക്കാണെങ്കിൽ കുറേ സംശയങ്ങളാ മൊത്തം. അപ്പൊ എങ്ങനെയാ ചെയ്യണേ? അസൈൻമെന്റ് വർക്ക്സിന്റെ കേസൊക്കെ പറയുമ്പോഴത്തേട്ടും എനിക്ക് ആരോടാ ഒന്ന് ചോദിക്കണ്ടേന്നും അറിയത്തില്ല. ഞാൻ എങ്ങനെയാ അത് കറക്റ്റ് ചെയ്യണ്ടേന്നും അറിയില്ല. ഞാൻ അങ്ങനെ ഇപ്പൊ ഒരു ചാൻസ് കിട്ടിയപ്പോ അങ്ങനെ വന്നതാ. അപ്പൊ ഗ്രൂപ്പില് ആതിര ഒന്ന് ഹെൽപ്പ് ചെയ്യോ നിങ്ങൾ? ആതിരയുടെ നമ്പർ ഈ ചാറ്റ് ബോക്സിൽ ഇട്ടോളൂ, അവർ ആഡ് ചെയ്തോളൂ. നിങ്ങൾ മാത്രമുള്ള ഗ്രൂപ്പാട്ടോ അത്, നിങ്ങളുടെ പേഴ്സണൽ ഗ്രൂപ്പ് അത്. പിന്നെ അല്ലാതെ ഒഫീഷ്യൽ ഗ്രൂപ്പിലൊക്കെ ആഡ് ചെയ്തിട്ടില്ലേ? ഓഫീസിൽ ഉണ്ട്. അപ്പൊ അവരെ ഞാൻ ഒരു തവണ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ടീച്ചർ എന്നാ പിക്ചർ ഒക്കെ ചെയ്യുന്ന കേസ് പറഞ്ഞപ്പോ എനിക്ക് അതിനെ കുറിച്ച് ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. അപ്പൊ ഞാൻ 2-3 തവണ കണ്ടിട്ടാണ് പിന്നെ ഞാനത്, അപ്പൊ അവരുടെ അടുത്ത് ഞാൻ ഫസ്റ്റില് ചോദിച്ചത്. അന്നേരം അവരാ പറഞ്ഞ മാക്സിമം ഒരു ക്ലാസ്സിലെങ്കിലും ഒന്ന് ജിഷ മാമിന്റെ ഒന്ന് കയറി നോക്ക്, എന്നിട്ട് ഒന്ന് സംസാരിച്ച് നോക്കെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിപ്പോ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോ ഞാൻ അങ്ങനെ കയറിയത് അതിനകത്തോട്ട്. ഒരു നേരം നിൽക്കാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ച് അറിയത്തില്ല. വേറെ ഒരു ആവശ്യത്തിന് വന്നതാ പുറത്തോട്ട്, ബാങ്കിലേക്കായിട്ടേ. അപ്പൊ അവരൊന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് കൊണ്ട് ആ ചാൻസിൽ ഞാൻ വന്നേ. അപ്പൊ അതിന് നമ്പർ ഇട്ടോളൂ, കുട്ടികളെ ആഡ് ചെയ്തോളൂ കേട്ടോ. ഹെൽപ്പ് കൂടെയുള്ളവരൊക്കെ കേട്ടോ. പിന്നെ എനിക്ക് ഞാൻ എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണം, വേറെ ഒന്നല്ല. ചിലപ്പോ നിങ്ങൾ മെസ്സേജ് അയക്കും, ഞാൻ ആ സമയത്ത് റീഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ പിന്നെ റിപ്ലൈ ചെയ്യാന്ന് വെച്ചിട്ട് ഞാൻ വിട്ടുപോകും. അങ്ങനെ കുറെ മെസ്സേജ് ഇങ്ങനെ വരുമ്പോഴേ. അപ്പൊ ഞാൻ തന്നിട്ടില്ല എന്ന് കാണുമ്പോൾ ഒരു ഹായ് കൂടെ ഒന്നിട്. പിന്നെ ചിലപ്പോ ഒരേ ഡൗട്ട് ആയിരിക്കും കുറെ പേര് ബാച്ച് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഗ്രൂപ്പില് ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് ഒന്ന് ഇൻഫർമേഷൻ കൊടുക്കും. അപ്പൊ പിന്നെ ബാക്കിയുള്ളവരും മെസ്സേജ് അയക്കേണ്ട കാര്യമില്ലല്ലോ. അത് എളുപ്പമായിരിക്കും, നമുക്ക് 2 കൂട്ടർക്കും എളുപ്പമായിരിക്കും. ആതിരയുടെ നമ്പർ വന്നിട്ടുണ്ട്, പ്ലീസ് നോട്ട് എന്നിട്ട് ആഡ് ചെയ്യാനായിട്ട് നോക്കൂ. ഓക്കെ ആതിര, പ്ലീസ് കീപ് ഇൻ ടച്ച്. പിന്നെ ഇതുപോലെ അസൈൻമെന്റ് ഇങ്ങനെ വർക്കുകളൊക്കെ തരുമ്പോഴേക്കും പേടിക്കോ അങ്ങനെയൊന്നും ടെൻഷൻ ആവരുത്. കാരണം ഓരോ അസൈൻമെന്റും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ആ ഒരു ഐഡിയ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി മാത്രമുള്ളതാണ്. എനിക്കത് മാർക്ക് കിട്ടിയില്ലല്ലോ, എനിക്കത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ, അങ്ങനെ ഓർത്ത് ടെൻഷനേ വേണ്ട. അത് നമ്മളത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കോൺഫിഡന്റ് ആണ്. ഞാനത് ചെയ്തിട്ടുണ്ട്. എപ്പൊ ഞാൻ ചോദിച്ചാലും അസൈൻമെന്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയാനായിട്ട് പറ്റുമല്ലോ. ഓക്കെ, സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എവിടെ? ക്ലാസ് റൂമിൽ വരുമോ അസൈൻമെന്റ്? ക്ലാസ് റൂമിൽ തരാം. ഇങ്ങനെ ഒരു ഫോൺ നമ്പറും ഉണ്ടാവും. ഫോൺ നമ്പർ ഇല്ലെങ്കിൽ നിറയെ അസൈൻമെന്റ് വന്നോണ്ടേയിരിക്കും. അപ്പൊ ഓരോ മന്തും ഓരോ ബാച്ച് വരുന്നതും ഓരോ ബാച്ച് ഇറങ്ങുന്നതും പരീക്ഷകളും ഒക്കെ കൂടെ വരുമ്പോഴേ ചിലപ്പം ഷെഡ്യൂൾ ചെയ്യാൻ പറ്റില്ല. ഞാൻ ചില സമയത്ത് ഉറങ്ങിപ്പോകും. ഇതൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഭയങ്കര ടയർഡായി കഴിയുമ്പോഴേക്കും ക്ലാസ് കുറെ എടുത്തത് കുറച്ചങ്ങ് കഴിയുമ്പോഴേക്കും എനിക്ക് പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റാണ്ട് പ്രായത്തിന്റെ ഉണ്ടാവും. ഓക്കെ ഫൈൻ. പ്ലീസ് ലാസ്റ്റ് ക്ലാസ്സിൽ എന്താണെന്ന് ഒന്ന് പറയാമോ? ക്ലാസ്സിൽ എന്തായിരുന്നു? ഹെൽത്ത് എഡ്യൂക്കേഷൻ. നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മൾ ഇത്രയും എത്തി നിന്നപ്പോ നമ്മുടെ ലൈഫിലുണ്ടായ മാറ്റങ്ങൾ. ലിൻഷിയാണോ പറഞ്ഞത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ക്ലാസ്സിൽ ഹെൽത്തിനെ പറ്റി കൂടുതൽ ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞത് ലിൻഷിയായിരുന്നു? വേറെ ആരെങ്കിലും? വേറെ ആരും ആണ്. പക്ഷെ എല്ലാവരും പറഞ്ഞായിരുന്നു ഹെൽത്തിനെ കുറിച്ച്. ഓക്കെ ഫൈൻ. എന്തായാലും ഇത് കേട്ടപ്പോ ഭയങ്കര സന്തോഷം. ഞാനും വളരെ പുറകോട്ടാണ് പലപ്പോഴും ഹെൽത്ത് കാര്യങ്ങൾ സ്വന്തം നോക്കാൻ കേട്ടോ. മറ്റുള്ളവരുടെ നമുക്ക് ഭയങ്കര ആക്രാന്തം ഇൻട്രസ്റ്റ് ഒക്കെ ആയിരിക്കും. നമ്മുടെ കൂടെയുള്ള മറ്റുള്ളവരുടെ ഫ്രണ്ട്സിന്റെ, വീട്ടിലുള്ളവരുടെ, നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെ സ്വന്തം കാര്യം വരുമ്പോഴാണ് പലപ്പോഴും ബാക്ക് ഔട്ട് ആവും. അങ്ങനെ ഞാനും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ചില സമയത്ത് ലൈക്ക് അങ്ങനെ ശ്രദ്ധിക്കുമ്പോഴുണ്ടല്ലോ ബോഡിയിൽ അതിന്റെ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ കുറച്ചുകൂടെ സ്കിന്നൊക്കെ കുറച്ചുകൂടെ നന്നാവുന്നൊക്കെ ആയിട്ട് തോന്നും. മറ്റേതങ്ങ് ഏജ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. ഏജ് ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല, എന്നാലും
വല്ലാണ്ട് ആയതുപോലെ തോന്നും. അപ്പൊ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് ഒരു സന്തോഷപ്രദമാണോ എന്തോ അറിയില്ല. ഓക്കെ, സോ ഞാനതൊന്ന് ഷെയർ ചെയ്യാം. നിങ്ങൾ സിനിമയൊക്കെ കാണുന്നവരാണോ? അതെ മാം. കാണുന്നവരാണോ? ചുമ്മാ ചോദിച്ചതാ. ഞാൻ ഇന്നൊരു മൂവി കണ്ടു, അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ ഞാനൊന്ന് ചോദിച്ചത് മാത്രം. ഏതാണ്? എക്കോ എന്ന് പറഞ്ഞിട്ടൊരു മൂവി. ഏതാ? എക്കോ എന്ന് പറഞ്ഞൊരു മൂവി ഇറങ്ങിയില്ലേ? എക്കോ. എക്കോ എന്ന് പറഞ്ഞാൽ ECHO എക്കോ അല്ല, അങ്ങനെ പ്രതിധ്വനി, അങ്ങനെ ശബ്ദം കേൾക്കുന്നതല്ല. EKO എന്ന് പറഞ്ഞാൽ സംസ്കൃതം വേർഡിലെ ഏകം, യുണീക്ക് എന്ന് നമ്മൾ ഇംഗ്ലീഷ് പറയില്ലേ, അതാണ് മീനിങ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മൂവി. ജനത ഓരോരുത്തരുടെയും പെർഫോമൻസ് ഭയങ്കരമാണ്, ഭയങ്കര ഇഷ്ടമായി. മലയാളം മൂവിയാണോ? മലയാളത്തിൽ ഭയങ്കര ഹൈ എൻഡിൽ വരുന്ന നടന്മാരൊന്നും അല്ല കേട്ടോ. നമ്മുടെ പഴയ അശോകൻ, പിന്നെ നരേൻ, പിന്നെ വിനു പപ്പു ഉണ്ടല്ലോ, പപ്പുവിന്റെ മോൻ വിനു പപ്പു, പിന്നെ സന്ദീപ് പ്രദീപ് എന്ന് പറഞ്ഞിട്ട്, അത് യങ്ങാണ്. അപ്പൊ അതിന്റെ പെർഫോമൻസ് ഒക്കെ ഭയങ്കര രക്ഷയില്ല. തിയേറ്ററിലാണോ കണ്ടത്? തിയേറ്ററിലാണ് കണ്ടത്. 21st ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ അതിന്റെ പേര് ഇപ്പൊ ആദ്യമായിട്ട് കേൾക്കും, അതേ ഞാൻ ചോദിച്ചത്. EKO എന്നുണ്ടോ? EKO എക്കോ എന്ന് പറഞ്ഞാൽ ഏകം, സംസ്കൃതം വേർഡാണ് ഏകം, യുണീക്ക് എന്ന് അർത്ഥം വരുന്ന ഒരു ഏകം. മിസ് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? സിനിമയെ കുറിച്ചാണോ? അല്ലല്ല, ഒരാളെ പറയാം, പറഞ്ഞു ചോദിച്ചു. വാട്സപ്പില് നമ്മള് സ്മാർട്ട് സീന്റെ അതിന്റെ മെസ്സേജ് വന്നിനേനും, റെക്കോർഡ് പുസ്തകം ഇങ്ങനെ വന്നിട്ടുണ്ട്, ആവശ്യമുള്ള ആൾക്കാർക്ക് കോണ്ടാക്ട് ചെയ്യാന്ന്. പറഞ്ഞുതരാം കേട്ടോ. നമ്മൾക്ക് ശരിക്കും 5 റെക്കോർഡാണല്ലോ നമ്മൾ എഴുതുന്നത്. ഞാൻ ഓരോ റെക്കോർഡിനെ, എത്ര റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ലേ സാർ? പറഞ്ഞിട്ടില്ല. എഴുതാനായിട്ട് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. സാധാരണ കുട്ടികള് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് എഴുതാനാണ് പതിവ്. നമ്മൾ പുറത്ത് ഇത് പേപ്പർ മാർട്ട്, ബുക്ക് ഷോപ്പ് ഒക്കെ ഉണ്ടല്ലോ, അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് എഴുതുന്നത്. ഇപ്പൊ നമ്മൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് റെക്കോർഡ് ബുക്ക് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു യുണീക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മുടെ സ്മാർട്ട് സ്റ്റഡിയുടെ ലോഗോ ഒക്കെ വരുന്ന ഫ്രണ്ട് ഷീറ്റ് ഉണ്ടാകും. പിന്നെ ഓരോ റെക്കോർഡിലും എന്താണ് എഴുതേണ്ടതെന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാകും. ഇപ്പോ ഫസ്റ്റ് റെക്കോർഡിൽ നിങ്ങൾക്ക് കുറെ കളക്ഷൻ ബുക്കാണ്. ഫസ്റ്റ് റെക്കോർഡിന്റെ പേര് അതാണ്. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറയാനായിട്ടായിരുന്നു. അതായത് നമ്മൾ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കില്ലേ, ഡൊമസ്റ്റിക് അനിമൽസ്, വൈൽഡ് അനിമൽസ് ഒക്കെ പറഞ്ഞിട്ട് പിക്ചേഴ്സ് നോക്കിയിട്ടില്ല അവരെല്ലാം പഠിക്കുന്നത്. അവർ എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് തൊട്ട് പിക്ചേഴ്സ്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു റെക്കോർഡ്, നമ്മളെ കളക്ഷൻ ബുക്ക്, നമ്മൾ ഈ പറയുന്ന പിക്ചേഴ്സ് കുറെ തീം പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, വെഹിക്കിൾസ്, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ കുറെയൊക്കെ അതിന്റെ ഒക്കെ പിക്ചേഴ്സ് കളക്ട് ചെയ്ത് നമ്മൾ ഒട്ടിക്കുന്നു. അതാണ് ആ റെക്കോർഡിൽ. അതിൽ കാര്യമായിട്ട് എഴുതാനൊന്നുമില്ല. അപ്പം നമ്മൾ സ്മാർട്ട് സ്ക്രീൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഫ്രണ്ടിൽ ഉണ്ടാവും. ഫ്രണ്ട് ഷീറ്റ്, നമ്മുടെ സ്മാർട്ട് സ്ക്രീയുടെ ലോഗോട് കൂടിയ ഫ്രണ്ട് ഷീറ്റ് ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് എഴുതാൻ അതിനനുസരിച്ചുള്ള, ഇപ്പം പിക്ചേഴ്സ് മാത്രം ഉള്ളതിനാവുമ്പോൾ 2 സൈഡും ലെഫ്റ്റും റൈറ്റും പേജസ് പ്ലെയിൻ ആയിരിക്കും. എഴുതാനുള്ളതാണെങ്കിൽ റൈറ്റ് സൈഡ് വരയിട്ടതായിരിക്കും, ലെഫ്റ്റ് സൈഡ് പ്ലെയിൻ ആയിരിക്കും. കാരണം നമ്മൾ എഴുതുന്നതിന്റെ കറസ്പോണ്ടിങ് പിക്ചർ ലെഫ്റ്റ് സൈഡിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വരയ്ക്കാൻ അറിയുന്നവർക്ക് വരയ്ക്കാലോ. പ്ലെയിൻ പേപ്പറിൽ വരയ്ക്കാനായിരിക്കില്ലേ നല്ലത്. ആ രീതിയിൽ 5 റെക്കോർഡും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് റെഡിയാക്കിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് വാങ്ങാം. പിന്നെ 5ാമത്തെ റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഫൗണ്ടർ ഉണ്ടല്ലോ, ഡോക്ടർ മറിയ മോണ്ടിസോറി, അവര് ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസ് ഉണ്ട്. കുട്ടികളെ ഓരോരോ ആക്ടിവിറ്റീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ്. നമുക്ക് പ്രാക്ടിക്കൽ ക്ലാസ് ലാസ്റ്റ് ഉണ്ടാവും കേട്ടോ. നിങ്ങളുടെ മോഡ്യൂൾ 3 ആണ് പ്രാക്ടിക്കൽ. അപ്പൊ ആ മോഡ്യൂൾ 3 അവര് മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ഉണ്ടാകും, അതിന്റെ പിക്ചേഴ്സും പ്രൊവൈഡ് ചെയ്യും. അപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ കുട്ടികൾ ആ ഡീറ്റെയിൽസ് എല്ലാം അവര് ഹാൻഡ് റിട്ടൺ തന്നെത്താനെ കൈ കൊണ്ട് എഴുതുവാണ് ചെയ്യുന്നത്. ഞങ്ങൾ ഡീറ്റെയിൽസ് കൊടുക്കും, അത് അവരങ്ങനെ തന്നെ എഴുതി വെക്കും. 5ാമത്തെ റെക്കോർഡിന് മാത്രം. ബാക്കി 4ഉം നിങ്ങൾ തന്നെ ചെയ്യേണ്ടത് കേട്ടോ. ക്വസ്റ്റ്യൻസ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുള്ളൂ. വളരെ ഈസിയാണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, മിക്ക വീടുകളിലും കുട്ടികളും ലൈഫ് പാർട്ട്ണറും വീട്ടിലുള്ള എല്ലാവരും കൂടെ ചേർന്നിരുന്ന ഈ വർക്കൊക്കെ ചെയ്യണേ. അതൊരു രസമാണ്. ഇപ്പൊ പിള്ളേര് കുറെയൊക്കെ ടിവിയും മൊബൈലും
അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റി അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ചില അമ്മമാര് പറയും, മക്കള് വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് വരുന്നത്, അമ്മ ഇന്ന് ക്ലാസ്സിൽ എന്താ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്, നമുക്കിരുന്ന് ചെയ്യാം, അങ്ങനെ പറഞ്ഞാ വരുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിലെ തന്നെ ആ ഒരു ക്ലൈമറ്റ് മാറും. അതൊക്കെ നിങ്ങൾക്ക് പോകെ മനസ്സിലാവും കേട്ടോ. അപ്പൊ അങ്ങനെ റെക്കോർഡ് നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങാം. ഈ നമ്മുടെ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന റെക്കോർഡ് നമ്മുടെ ഈ +2 സയൻസ് സ്റ്റുഡൻസിന്റെ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് അങ്ങനെ അതിന് വേണ്ടിയിട്ട് അവർ വാങ്ങാറുള്ള റെക്കോർഡ് ബുക്ക് ഇല്ലേ, അതാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഞാനൊക്കെ പഠിച്ച സമയത്ത് ഞാനൊക്കെ അതാ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പൊ അതിലാണെങ്കിൽ ഇങ്ങനെ ആ ഒരു ബയോളജിയുടെയും അല്ലെങ്കിൽ ആ ഫിസിക്സിന്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെന്നേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഐസോടോപ്സ് ഒക്കെ പറഞ്ഞിട്ടൊരു പേജ് ഒക്കെ ഉണ്ടായിരുന്നു. കെമിസ്ട്രിയുടെ ഏതോ കെമിസ്ട്രിക്ക് കൊടുക്കുന്ന പോലത്തെ ഒരു റെക്കോർഡ് ബുക്കാണ്. ഇതില് ഇതുപോലെ ഫ്രണ്ട് പേജ് ഉണ്ടാകും. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രൊവൈഡ് ചെയ്യുന്നതിൽ നമ്മുടെ ലോഗോ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഫ്രണ്ട് പേജ് ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിലത്തെ റെക്കോർഡ് ഇപ്പൊ മാമിന്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ടോ? എന്റെ കയ്യിൽ അവൈലബിൾ അല്ല, ബട്ട് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിന്റെ ഒരു സോഫ്റ്റ് കോപ്പിയുടെ അതിന്റെ ഫ്രണ്ട് പേജ് വരുന്ന ഒരു പേജ് ഞാൻ അയച്ചു തരാം. അവരയച്ചിന് മിസ്സേ, വാട്സപ്പ് മിസ്സേ. ഇതിപ്പോ അർജന്റ് ആയിട്ട് പെട്ടെന്ന് വാങ്ങേണ്ടതുണ്ടോ? അല്ലല്ലോ, ഓരോരുത്തരുടെ അടുത്ത് ഇപ്പൊ പൈസ ഇല്ലാലോ, പൈസ ശരിയായിട്ട് വാങ്ങിച്ചാൽ മതി. എന്നാലും മതി, കുഴപ്പമില്ല. കാരണം ഞാൻ ഒറ്റയടിക്ക് ഈ 5 റെക്കോർഡും കൂടെ പറയില്ല. ഞാൻ ആദ്യം നിങ്ങൾക്ക് 1 അല്ലെങ്കിൽ 2 റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് തരും. നിങ്ങൾ അത് എഴുതി തീരാറാവുമ്പോഴേ ഞാൻ 3ാമത്തേന്റെയും 4ാമത്തേന്റെയും ഒക്കെ തരുള്ളൂ. മനസ്സിലായോ? ഏറ്റവും അവസാനം 5th റെക്കോർഡ് അത് നമ്മളുടെ പ്രാക്ടിക്കൽ ആകുമ്പോഴേക്കും മതി. പിന്നെ അത് എഴുതി തന്നെ ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് പ്രാക്ടിക്കലായിട്ട് വാങ്ങുന്നതെങ്കിൽ എഴുതേണ്ട ആ ഒരു ജോലി കുറയും. എല്ലാം അതിനകത്ത് പ്രിന്റഡ് ആയിരിക്കും. ലാസ്റ്റ് റെക്കോർഡ് മാത്രം കേട്ടോ. ബാക്കി 4 നമ്മളുടെ സെൽഫ് ക്രിയേഷൻ ആണ്. നമ്മൾ പണിയെടുത്ത് തന്നെ അത് ചെയ്യണം. നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവരെല്ലാരും കൂടെ ചേരുമ്പോൾ അത് ഭംഗിയായി. ഓക്കെ. പിന്നെ ഏതെങ്കിലും ഒന്ന് മതിയെങ്കിൽ അങ്ങനെ വാങ്ങാം. എല്ലാം നിർബന്ധം പറഞ്ഞിട്ടില്ല, എല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങണമെന്നൊന്നും നിർബന്ധം പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ പുറത്ത് ഗൾഫ് കൺട്രീസിലുള്ളവർക്കൊക്കെ ഈ ഇതുപോലുള്ള റെക്കോർഡ് അവൈലബിൾ അല്ല കേട്ടോ. ഞാൻ ഈ റെക്കോർഡ് എന്റെ 5ാമത്തെ റെക്കോർഡ് എഴുതിയേക്കുന്നതാണ്. അതായത് മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസിനെ കുറിച്ചുള്ള റെക്കോർഡുകളാണ്. അതിന്റെ ഒരു സൈഡ് കണ്ടോ, ആ മെറ്റീരിയലിന്റെ ഫോട്ടോ ഞാൻ ഇവിടെ ഒട്ടിച്ചു, അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എഴുതി. ഈ 5ാമത്തെ റെക്കോർഡാണ് നമ്മൾ ഫുൾ പ്രിന്റ് ചെയ്ത് തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പണി അത്രയും കുറയും. മനസ്സിലായി? കുറച്ചുകൂടെയൊക്കെ ആ ഒരു പണി കുറയ്ക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ സപ്പോർട്ടിംഗ് ആയിട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ ജയദേവ് സാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സാറിനോട് ഒന്നുകൂടെ സംസാരിക്കട്ടെ. നിങ്ങളുടെ കൺസേണും റിക്വസ്റ്റും ഞാൻ അറിയിക്കാം. നിങ്ങൾക്ക് നേരിട്ട് അറിയിക്കാം. ഒരെണ്ണമായിട്ട് വാങ്ങാൻ പറ്റൂ, എങ്ങനെ വേണമെങ്കിലും വാങ്ങാന്നാണ് എന്നോട് പറഞ്ഞത്. എന്തോ പറഞ്ഞു, ബുക്ക് ചെയ്തിട്ടുണ്ടോ? ഒരാൾ കഴിയുമ്പോൾ ഗ്രൂപ്പിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ഇട്ടാൽ നന്നായിരിക്കും. ഒരു റെക്കോർഡിന് എത്ര പേജ് വേണമെന്നുണ്ടോ? ഞാൻ അബ്രോഡാണ്, നാട്ടിലല്ല അന്നേരം. ഓക്കെ. എബ്രോഡ് എവിടെയാ? ഫാത്തിമ എന്നല്ലേ പേര്? ആണോ? ഒമാനിലാണ്. അവിടെ നിങ്ങൾക്ക് ഇത് കിട്ടാൻ ചാൻസ്, കാരണം അവിടെ ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ നാട്ടിൽ കിട്ടുന്ന പോലത്തെ റെക്കോർഡ് കിട്ടില്ല. അതിന് പകരം അവര് മാനുസ്ക്രിപ്റ്റോ അങ്ങനെ എന്തോ ഒരു നോട്ട്ബുക്ക് പോലെ സ്പൈറൽ ബൈൻഡിങ് സൈഡിലുള്ള ആ രീതിയിലുള്ള ഒരു ബുക്ക് വാങ്ങിയിട്ട് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ പിന്നെ നാട്ടിൽ മാം ഇവിടെ ഒരു സൈഡ് വൈറ്റും ഒരു സൈഡ് ലൈനും ഉള്ള അങ്ങനത്തെ ബുക്കുണ്ട്. ഓൾറെഡി ഞാൻ 4 അത് വാങ്ങിയായിരുന്നു. ഭയങ്കര കുഴപ്പമില്ല കേട്ടോ, വാങ്ങണ്ട. എല്ലാരും നിർബന്ധപൂർവ്വം എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. താല്പര്യമുള്ളവർക്ക് വാങ്ങാം. പിന്നെ ഞാൻ എന്തായാലും ഇതിനകത്ത് എഴുതേണ്ട ക്വസ്റ്റ്യൻസും തീംസും PDF ഞാൻ അയച്ചു തരും. അത് നോക്കി നിങ്ങൾ പിന്നെ എഴുതി വെക്കണമെന്നേ ഉള്ളൂ ഓരോന്നും. എത്ര പേജ് വേണമെന്നൊന്ന് പറഞ്ഞു. എത്ര പേജസ്? ഒരു നോർമൽ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ആണെങ്കിൽ 120 പേജസ്. എന്റെ എല്ലാ റെക്കോർഡും 120 പേജസ് ആണ്. എനിക്കിപ്പം ഈ ഒരു റെക്കോർഡിൽ ഒരു 10-12 പേജസ് ബാക്കിയുണ്ട് ബാലൻസ്. പക്ഷെ നമ്മുടെ കുട്ടികളെ ചിലരുടെ ഹാൻഡ് റൈറ്റിംഗ് വലുതായിരിക്കുമല്ലോ, അപ്പൊ അവരെ എഴുതി വന്നപ്പോ ചിലതിനൊക്കെ പേജ് ഒരു 5-6 പേജും കൂടെ വേണ്ടി വന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു കുറച്ച് പേജിന്റെ ഒക്കെ വ്യത്യാസം ഉള്ളെങ്കിൽ നമുക്ക് അത് സെയിം ആ ഒരു ലെവലിൽ തന്നെയുള്ള പേജ് എടുത്തിട്ട് ഏറ്റവും ലാസ്റ്റ് എഴുതി പേസ്റ്റ് ചെയ്ത് വെച്ചാലും മതി. അങ്ങനെയും ചെയ്യാം. വേറൊന്ന് കണ്ടത്, നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഡ്രോയിങ് ബുക്ക് ഇല്ലേ, ഇങ്ങനെ മറിക്കുന്ന ഒരു നീളത്തിൽ വന്നിട്ടുള്ളത്, അങ്ങനത്തെ വാങ്ങിച്ചിട്ട് പിക്ചേഴ്സ് മാത്രമുള്ള
റെക്കോർഡ് അവർ അതിൽ ചെയ്ത് കണ്ടു. വരയ്ക്കുന്ന കുട്ടികളായിരുന്നിരിക്കാം, ഒരു പിക്ചർ മാത്രം അങ്ങനെ കണ്ടു. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് നന്നായിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് അപ് ടു യു. മാക്സിമം നല്ല രീതിയിൽ നമുക്ക് നഷ്ടങ്ങളൊന്നും ഉണ്ടാകാത്ത രീതിയിൽ ചെയ്താൽ മതി. നോ പ്രോബ്ലം കേട്ടോ. ഇത് ഏത് നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണം റെക്കോർഡ്? അയ്യോ, ആരായിരുന്നു പറഞ്ഞത്? അല്ല, വനിത നമ്മുടെ ബുക്ക് ചെയ്ത ആരോ പറഞ്ഞല്ലോ, ആരായിരുന്നു പേര്? ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. സന്ധ്യയാണ്. നമുക്ക് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് മിസ്സേ, MT എന്ന് പറഞ്ഞ. ഓക്കെ, ഗൂഗിളിൽ കയറുക, ഗൂഗിൾ മീറ്റിൽ കയറുന്ന അതിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അവര് സ്ക്രീൻഷോട്ട് ഇട്ട് തരുന്നുണ്ട് മറ്റേ പേയ്മെന്റ് അടയ്ക്കാനുള്ളത്. ഓക്കെ, ഫൈൻ. ജസ്റ്റ് എല്ലാം നോക്കി ഒന്ന് കൺഫേം ചെയ്ത് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം നിങ്ങൾ പ്രൊസീഡ് ചെയ്താൽ മതി. നമുക്ക് എപ്പം മുതലാണ് ഈ റെക്കോർഡ് എഴുതി തുടങ്ങേണ്ടത്? നമുക്കതിന്റെ എന്താണ് ടോപ്പിക്സ് ഒക്കെ തന്നിട്ടുണ്ടല്ലോ, അപ്പൊ അത് വെച്ച് നമ്മൾ എഴുതി തുടങ്ങാവോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന് ഇൻസ്ട്രക്ഷൻസ് കിട്ടുവോ? ടോപ്പിക്സ് തന്നോ? ടോപ്പിക്സ് അതിനകത്ത് കുറച്ച് ടോപ്പിക്സ് കാണുന്നുണ്ട്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ മതി. എല്ലാരും ഒന്ന് റെക്കോർഡൊക്കെ ഒന്ന് വാങ്ങട്ടെ. മീൻസ് ഇപ്പൊ അല്ലാതെ പുറത്തുനിന്ന് വാങ്ങുന്നവരാണെങ്കിൽ ആദ്യം നിങ്ങൾ ഒരെണ്ണം ഒന്ന് വാങ്ങിച്ചു വെക്കൂ. അപ്പൊ ഞാൻ ഒരു റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് പറയും. എന്നിട്ട് ഒന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിലാണെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറയാം. വൈകാതെ പറയാം. നിങ്ങൾക്ക് ആദ്യം തന്നെ എഴുതി തുടങ്ങാൻ. ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ ഇത്തിരി സമയമൊക്കെ കിട്ടുവാണെങ്കിൽ ദിവസം ഒരു 20 മിനിറ്റ്സോ 10 മിനിറ്റ്സോ ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തീർക്കാം. ലാസ്റ്റ് മൊമെന്റിലേക്ക് വെക്കരുതേ എന്ന് മാത്രമേ ഉള്ളൂ എന്റെ റിക്വസ്റ്റ്. കാരണം ഒത്തിരി പേര് സ്ട്രഗിൾ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ലാസ്റ്റ് മൊമെന്റിലേക്ക് വെച്ച് ടൈം ആവുമ്പോഴേക്കും പിന്നെ ടഫാണ് മോണ്ടിസോറി എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്ക് ആകെ ഒരു സങ്കടം. ശരിക്കും ടഫ് അല്ല. നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് നമ്മളുടെ കപ്പാസിറ്റി ഒക്കെ പുറത്തേക്ക് വരുമല്ലോ. നമ്മൾ തന്നെ കഥകൾ എഴുതുന്നു, കവിതകൾ എഴുതുന്നു, അതൊക്കെ ഒരു രസമുള്ള കാര്യമല്ലേ. ലാസ്റ്റ് മൊമെന്റിൽ വെക്കുമ്പോൾ നമുക്ക് ശരിയായ രീതിയിൽ ചിന്തിച്ചിരുന്ന് എഴുതാനുള്ള സമയം കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ തരാം, നെക്സ്റ്റ് വീക്കിൽ തരാം. അപ്പോഴേക്കും എല്ലാവരും റെക്കോർഡ് വാങ്ങുന്നതിന്റെ കൺഫ്യൂഷൻസും എല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത്, അതിന് പുറത്തുനിന്നാണ് വാങ്ങുന്നതെങ്കിൽ പോയി അതിന്റെ റേറ്റ് ഒക്കെ നോക്കി റെക്കോർഡിന്റെ രീതികൾ പേജൊക്കെ ഒക്കെ നോക്കിയിട്ട് വരും. 90, 120, 150 അടുത്താവുന്നുണ്ട് റെക്കോർഡ്സ്. ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാം 10 ദിവസം 7 to 10 days പറയുന്നത്. ആണോ? ഞാൻ അതൊന്ന് കൺഫേം ചെയ്തിട്ടു. ഐഷ തന്നെയല്ലേ പേര്? ആയിഷ. അങ്ങനെ ടെക്സ്റ്റും കിട്ടിയത്, ടെക്സ്റ്റ് 7 day ആവുന്ന അന്നാ കിട്ടിയത്. ഞാൻ ചോദിക്കട്ടെ. എന്തായാലും ഞാൻ നാളെ മറ്റന്നാൾ അങ്ങനെ പോകുന്നുണ്ട് ഓഫീസ്, അല്ലെങ്കിൽ വിളിച്ചാണെങ്കിലും ചോദിക്കാം. ഓക്കെ മാം, നമ്മളിപ്പോ റെക്കോർഡ് എല്ലാം 5 എണ്ണം ഒന്നിച്ച് വാങ്ങണ്ടല്ലോ, 1 by 1 ആയിട്ട് വാങ്ങിയാ പോരെ? എന്നാലും മതി. മാം ഇതൊക്കെ എവിടൊക്കെയാ സബ്മിറ്റ് ചെയ്യുന്നേ? റെക്കോർഡ് സബ്മിഷൻ ഇല്ല എന്ന് പറയാനായിട്ട് കാരണം നമ്മൾ ഇതെല്ലാം വിർച്വൽ പ്ലാറ്റ്ഫോം ആണല്ലോ. അപ്പൊ ഇതിന്റെ എല്ലാം ഫോട്ടോ എടുത്ത് ഇമേജ് എടുത്ത് അതിന്റെ PDF ആക്കിയൊക്കെ കൺവേർട്ട് ചെയ്ത് ഒരാളുടെ ചിലപ്പോൾ 100 pages ഉണ്ടാവും. അങ്ങനെ എത്ര പേരുണ്ടാവും, എത്ര ബാച്ച് ഉണ്ടാവും. റെക്കോർഡിൽ 2 സൈഡ് എഴുതൂലല്ലോ, ഒരു സൈഡ് അല്ലേ ഇതില്? പടമുണ്ടെങ്കിൽ, പിക്ചർ ഉണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ആ പിക്ചർ ഒട്ടിക്കുമല്ലോ. നമ്മുടെ എല്ലാത്തിനും പിക്ചേഴ്സ് ഉള്ളതാ. എല്ലാ റെക്കോർഡിനും നമ്മൾ പിക്ചർ ഉൾപ്പെടെയുള്ള ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഒരു കഥ എഴുതുവാന്ന് വിചാരിച്ചു, ആ സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സിനനുസരിച്ചുള്ള പിക്ചേഴ്സ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ വരയ്ക്കോ, എഴുതോ, ഒട്ടിക്കോ, കട്ട് ആൻഡ് പേസ്റ്റോ ഒക്കെ ചെയ്യാം. ഒരു അമ്മയുടെയും മോളുടെ ഒരു കഥയാണ് എഴുതുന്നത് വിചാരിച്ചു, നമുക്ക് എവിടെന്നെങ്കിലൊക്കെ സെർച്ച് ചെയ്ത ഒരു അമ്മയുടെയും മോളുടെയും ഒരു ഫോട്ടോ കിട്ടും. നമ്മുടെ ആണെങ്കിലും കിട്ടുമല്ലോ, അത് വെച്ചൊക്കെ. അങ്ങനെ എല്ലാത്തിനും നമുക്ക് പിക്ചേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് നമുക്ക് യൂസ് ചെയ്യാം പിക്ചേഴ്സ് ഒട്ടിക്കാൻ. വേറെന്തോ ചോദിച്ചല്ലോ എന്നോട് അതിനിടയ്ക്ക് ആരോ. ഫൈൻ, ഇതൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ നിങ്ങള് സമാധാനം. മാം അപ്പൊ നമ്മൾ 5th റെക്കോർഡ് നമ്മൾ അവിടുന്ന് വാങ്ങുവാണെങ്കിൽ എഴുതണ്ടേ? വേണ്ട, 5th റെക്കോർഡ് വാങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഞാൻ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുക, അതിന്റെ മാറ്റേഴ്സ് എല്ലാം ഞാനൊന്ന് എഡിറ്റ് ചെയ്തോണ്ടിരിക്കുക. അതിന്റെ ഒരു താമസമേ ഉള്ളൂ അതൊന്ന് റെഡി ആവാനായിട്ട്. അത് പേടിക്കേണ്ട, കാരണം 5th റെക്കോർഡ് നമുക്ക് ഏറ്റവും അവസാനം നമ്മുടെ മോഡ്യൂൾ 3 അതാണ് പ്രാക്ടിക്കൽ സെഷൻ. മോഡ്യൂൾ 1 അതിന്റെ കുറച്ച് തിയറി ഉണ്ട്. അതാകുമ്പോഴാണ്
5th റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് തരുന്നതും പ്രാക്ടിക്കൽ സ്റ്റാർട്ട് ചെയ്യുന്നതും. നമ്മുടെ മോഡ്യൂൾ 1-ലെ 4 പാർട്സ് ആണല്ലോ. പാർട്ട് 3-ലാണ് മോണ്ടിസോറി മെത്തേഡിന്റെ തിയറിയും ആപ്ലിക്കേഷൻസും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പൊ അത് ഈ പറയുന്ന പോലെ അത് വരുമ്പോൾ അത് പാരലലായിട്ട് നമ്മൾ പ്രാക്ടിക്കൽ ചെയ്തു തുടങ്ങും. നമ്മൾ ഓൺലൈനായിട്ടും ചെയ്യും ഡെമോൺസ്ട്രേഷൻ, നേരിട്ട് വന്നും നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഒരുക്കും. എല്ലാവർക്കും ചിലപ്പോൾ വരാൻ പറ്റിയെന്ന് വരില്ല. പറ്റുന്നവരെല്ലാരും തീർച്ചയായിട്ടും വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. താങ്ക് യു മിസ്. ഓരോരുത്തർ സംശയം ഗ്രൂപ്പിൽ ചോദിച്ച സംശയം മിസ്സോട് ചോദിച്ചത്. എന്നാലും കുറച്ചിപ്പം ബിസി ആയതുകൊണ്ട് ഞാൻ മിസ് ചോദിച്ചത് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. അതാ ഞാൻ പിന്നെ തിരിച്ചെത്തിയത്. കാരണം ഇത് മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് പറ്റുന്നൊരു ഞാനതപ്പോ ഇങ്ങനെ കേട്ട് അല്ലെങ്കിൽ വായിച്ചു പോകും. പിന്നെ റിപ്ലൈ ചെയ്യാം. പിന്നെ ഞാൻ ഇരുന്ന് നോക്കുമ്പോൾ ഇരുന്ന് വായിച്ചതെന്നുള്ള ആ ഒരു തോട്ട് വരും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നിങ്ങളൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ റെസ്പോണ്ട് ചെയ്തില്ല കുറെ നേരമായിട്ടും കേട്ടു അല്ലെങ്കിൽ കണ്ടിട്ടും റെസ്പോണ്ട് ചെയ്തിട്ട് ഒന്നുകൂടെ അതൊരു ഹായ് ഇട്ടെന്ന് റിപ്പീറ്റ് ചെയ്താൽ കേട്ടോ. വേറെ എന്താ, ഇത്രയൊക്കെ കാര്യങ്ങളല്ലേ ഉള്ളൂ. ഇനി ഇത് അപ്പൊ റെക്കോർഡ് ഇതാണ്. നമുക്ക് 5 റെക്കോർഡ് ഉണ്ട്. അത് ഓരോന്നായിട്ടേ ഞാൻ പറയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് സമയമുണ്ട് ഇൻ ബിറ്റ്വീൻ ഓരോന്നായിട്ട് വാങ്ങിക്കാൻ. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾ തീരുമാനിച്ച് അന്ന് വാങ്ങിച്ചോളൂ. 5th റെക്കോർഡ് വാങ്ങുന്നത് വർത്തായിരിക്കും. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് അത്രയും പണിയെടുക്കേണ്ട വരില്ല, അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ബെനിഫിറ്റ് എന്തെങ്കിലും കുറെ അങ്ങനെയൊന്നും പ്രശ്നം വരില്ലല്ലോ അല്ലേ? അതിരുന്നാലാണോ വാങ്ങിയാല് അത് ഓൾറെഡി പ്രിന്റഡ് അല്ലേ? അപ്പൊ നമ്മൾ എഴുതാത്തതിന്റെ എന്തെങ്കിലും നമ്മൾ എഴുതുമ്പോ ശരിക്കും ഞാൻ ചെറുപ്പം തുടങ്ങി പഠിച്ചിരുന്ന സമയത്ത് എന്തെങ്കിലും നോക്കി കോപ്പി ചെയ്ത് എഴുതുവാണെങ്കിലും ഒരു 1 ടൈം റീഡിങ്ങും കൂടെ വളരെ ശ്രദ്ധിച്ച് ചെയ്യും. കാരണം രണ്ടാമത് വായിച്ച് മനസ്സിലാക്കുന്നതിന് എഴുതുന്നതിനൊപ്പം തന്നെ മനസ്സിലാക്കി എഴുതുമ്പോൾ നമുക്കൊരു 1 ടൈം റീഡിങ് കിട്ടും. പക്ഷെ പലരും ധൃതി പിടിച്ച് കോപ്പി ചെയ്യുമ്പോൾ പറ്റുന്നത് ഒരു ഐഡിയ ഇല്ല. ഞാനത് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടോ വൈവയ്ക്ക് ചോദിക്കുമ്പോൾ അതവിടെ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇത് പ്രിന്റഡ് ആയിട്ട് കിട്ടുമ്പോൾ നിങ്ങൾ എഴുതുന്നുമില്ല വായിച്ചിട്ടും ഇല്ലല്ലോ. പക്ഷെ അത് കയ്യിൽ കിട്ടുമ്പോൾ അത് വായിച്ച് ആ ഓരോ മെറ്റീരിയൽസിന്റെ പിക്ചറുമായിട്ട് നോക്കി അത് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അത് പ്രാക്ടിക്കൽ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പായാൽ നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ഈ മെറ്റീരിയൽ അതാണല്ലോ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഡിഫറെന്റ് ജോമെട്രിക്കൽ സോളിഡ്സ് ഉണ്ട്, പല ഷേപ്പിലുള്ളത് അല്ലെ. ക്യൂബ് ഉണ്ട്, ക്യൂബോയിഡ് ഉണ്ട്, പ്രിസം ഉണ്ട്, സ്ഫിയർ ഉണ്ട്, എഗ് പോലുള്ള ഒവോയിഡ് ഉണ്ട്, എലിപ്സോയിഡ് ഉണ്ട്. ഇത് നമ്മൾ ഒരു പ്രാവശ്യം അത് വായിച്ചിട്ട് ഈ പിക്ചർ നമ്മൾ കണ്ടു കഴിഞ്ഞ് ക്ലാസ്സിന് ഞാനിത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതാണ് സ്ഫിയർ അല്ലെങ്കിൽ ഇതാണ് ഒവോയിഡ് എന്നൊക്കെ പറയുമ്പോഴേക്കും നിങ്ങൾക്ക് പരിചിതത്വം ഉണ്ടാവില്ലല്ലോ, മനസ്സിലാവും. അതുകൊണ്ട് സമയം പോലെ അത് കിട്ടുമ്പോൾ ഇതെനിക്ക് കിട്ടി, ഈ റെക്കോർഡ് ഓക്കെ നമ്മൾ കൂട്ടി വെക്കരുത്, വായിക്കണം. കാരണം നമ്മളുടെ കോഴ്സ് ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. സെൻസോറിയൽ എഡ്യൂക്കേഷൻ മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയലിനെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷെ അതിനു മുമ്പ് നമുക്കൊരു കുട്ടിയുടെ വളർച്ചയും അതിന് വേണ്ടുന്ന ഫാക്ടേഴ്സും കുട്ടിയുടെ ഓരോ ഏജിലും കുട്ടിക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ ശരീരത്തിലാണെങ്കിലും മാനസികമായിട്ടുള്ളത് അതും നമ്മൾ മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നത്. അപ്പൊ നമ്മൾ ആ ഹെൽത്ത് ഹൈജീൻ കഴിഞ്ഞ് മാനസികമായ ആരോഗ്യം, മെന്റൽ ഹെൽത്ത് ഹൈജീൻ എല്ലാം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ കിടക്കുന്നത് ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തുടങ്ങി അമ്മയുടെ ബോംബില് അതങ്ങനെ അതിന്റെ ഒരു ജീവന്റെ തുടിപ്പായി ആകുന്ന പ്രോസസ് തുടങ്ങിയുള്ള കാര്യങ്ങൾ തുടങ്ങി വന്ന് കുട്ടികൾക്ക് സൈക്കോളജി അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. എനിക്ക് 1 മിനിറ്റ് ഒന്ന് തരണേ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ ഇത് ഒന്ന് ശ്രദ്ധിക്കണം. നമുക്കതാണ് നിങ്ങൾ തിയറി എന്നുള്ളൊരു കൺസെപ്റ്റ് ഇങ്ങനെ മനസ്സിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ കുട്ടികളുമായിട്ട്
ആക്ടിവിറ്റിയിലൂടെ കാര്യങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെ മനസ്സിൽ കൊണ്ടുവരണം. നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ അവരുടെ ഓരോ കാലഘട്ടങ്ങൾ കഴിഞ്ഞ് അവർ വലുതായിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടിട്ടില്ലേ കുട്ടികൾ ചില അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറേ സമയം ഇങ്ങനെ ഒരനക്കൂലാണ്ട് ഭയങ്കര കോൺസെൻട്രേഷനിലൂടെ ചെയ്യാം. നമ്മൾ പറയും എന്തോ ഒരുത്തക്കേട് ഒപ്പിക്കുകയാണ്, കുറെ നേരമായിട്ട് ഒരു അനക്കവും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ചെന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ കാണുന്നത് നമ്മുടെ വീടിനകത്തേക്ക് പച്ചക്കറിയോ എന്തെങ്കിലുമൊക്കെ പറക്കി എടുത്തുകൊണ്ട് വരുന്നതായിരിക്കും അവരുടെ കളി. അവര് വളരെ ക്രിയേറ്റീവ് ആകുന്ന സമയങ്ങളാണ് അതൊക്കെ. അവരുടെ ക്രിയേറ്റിവിറ്റി ഇമാജിനേഷനും ഒക്കെ നമുക്ക് കണ്ട് നമ്മൾ അന്തം വിട്ടു പോകും. ഇത് ഇങ്ങനെയാണ്. നമ്മളൊരു ടോയ് വാങ്ങിച്ചു കൊടുക്കും, പക്ഷെ ആ കുട്ടി ആ ടോയിനെ മാനിപ്പുലേറ്റ് ചെയ്ത് അത് വെച്ചിട്ട് എന്തൊക്കെ കളികളാ കളിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കി നിന്ന് പോകും. അതുപോലെ അവരുടെ ഇത് പേജ് നമ്പർ ഒന്ന് പറയാമോ? പേജ് നമ്പർ ഓക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും. എവിടെ വരെയായി? ഹെൽത്ത് എഡ്യൂക്കേഷൻ. പേജ് നമ്പർ 4. ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഭാഗം എവിടെ വരെയായി? ഫസ്റ്റ് പാരഗ്രാഫില്ലേ മാം, ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, അതുവരെ. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ നമ്മൾ ഇത് തുടങ്ങിയിരുന്നോ? ഫസ്റ്റ് പാരഗ്രാഫ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മിസ് ഹെലൻ കില്ലറിനെ കുറിച്ചിട്ട് എഴുതാൻ പറഞ്ഞിട്ടില്ലേ? അപ്പൊ അതിപ്പോ ഈ റെക്കോർഡ് ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൽ എഴുതണം മിസ്. ഇപ്പൊ റെക്കോർഡ് ബുക്കിൽ എഴുതരുത്, വേണ്ടല്ലോ. അല്ല ചോദിച്ചതോ അല്ലാതെയുള്ള ഒരു ആക്ടിവിറ്റി കേട്ടോ. അത് നിങ്ങൾക്കൊരു നോട്ട്ബുക്കിൽ എഴുതാം. നിങ്ങളിപ്പോ ഒരു അസൈൻമെന്റ് ഒക്കെ ആയിട്ട് ഒരു നോട്ട്ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടോ അതോ പേപ്പറിലാണോ എഴുതുന്നത്? നോട്ട്ബുക്ക് വാങ്ങി അതിൽ തന്നെ എഴുതി വെക്കാം. അല്ലെങ്കിൽ ഹെലൻ കില്ലറിന്റെ മാത്രമായിട്ടൊരു റിപ്പോർട്ട് പോലെ എഴുതണം, സെപ്പറേറ്റ് എഴുതുക. കുറെ ബുക്കൊന്നും വാങ്ങണ്ട, ഒറ്റ ബുക്ക് മതി. എല്ലാ ടീച്ചേഴ്സിന്റെയും അതിൽ എഴുതിയാൽ മതി. ഒരു നല്ല ഫ്രണ്ട് പേജ് ഓരോന്നിനും വെച്ചിട്ട് ഒരു ബുക്ക് മാർക്ക് വെക്കുവാണെങ്കിൽ നമുക്ക് ഈ സ്റ്റിക്കി പേപ്പർ കിട്ടില്ലേ, അതില് ബുക്ക് മാർക്ക് അല്ല ആ ടോപ്പിക് എഴുതുന്ന രീതിയിൽ അങ്ങനെ വെച്ചാലും മതി. ദാറ്റ്സ് അപ് ടു യു. നിങ്ങളുടെ അസൈൻമെന്റ് ബുക്കാണ്, എങ്ങനെ വേണമെങ്കിലും ഭംഗിയാക്കാം. അപ്പൊ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മറിച്ച് നോക്കുമ്പോൾ ഇതാണ് ടോപ്പിക് എന്ന് മനസ്സിലാകുന്ന രീതിയിൽ ഒരു ഫ്രണ്ട് പേജ് ഒക്കെ എഴുതി ഒന്ന് ഡിസൈൻ ചെയ്താൽ മതി. അതൊക്കെ നിങ്ങളുടെ ഇന്ന് ചെയ്യാൻ റെഡിയാണോ? അല്ല, അത് നമ്മുടെ അസൈൻമെന്റ് അതൊരു റിപ്പോർട്ട് പോലെ എഴുതണം. എഴുതുമ്പോൾ അത് അസൈൻമെന്റ് ബുക്കിലായാലും മതി, അല്ലെങ്കിൽ സെപ്പറേറ്റ് എഴുതണം താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ എഴുതിക്കോളൂ. കുറെ ബുക്ക് വാങ്ങിച്ച് അതിങ്ങനെ കൂട്ടണ്ട. നമുക്ക് മനസ്സിലാവണം ഞാൻ ഇതിലാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളത് ഒരു ഐഡിയ കിട്ടണമെന്നേ. അപ്പൊ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവില്ലല്ലോ. സബ്മിറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഇപ്പൊ സബ്മിറ്റ് ചെയ്യേണ്ട കാര്യം വരുമ്പോൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്താൽ മതി. ഹെലൻ കില്ലറിന്റെ നമ്മൾ സെമിനാർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു ആക്ടിവിറ്റിയാണ്, അത് സബ്മിറ്റ് ചെയ്യേണ്ട കേട്ടോ. അപ്പൊ അത് അസൈൻമെന്റ് ബുക്കിൽ ചെയ്യാൻ പറ്റൂലല്ലോ. അതിൽ ചെയ്താലും കുഴപ്പമില്ലല്ലോ. നിങ്ങൾ സബ്മിറ്റ് ചെയ്യണത് എങ്ങനെയാ? ഇമേജ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുമല്ലേ? സബ്മിഷൻ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഏതാണോ ചെയ്യുന്നത് അത്രയും ഇമേജ് അല്ലേ നമ്മൾ എടുക്കുള്ളൂ, ആ പേജ് മാത്രമല്ലേ എടുക്കുള്ളൂ. ഫുൾ ബുക്കായിട്ട് സബ്മിറ്റ് ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ ചെയ്താൽ മതി. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഒരു കുട്ടി ബെഗ് ചെയ്യുന്നു, നിങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എഴുതി ഒരു പേജോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫോ കാണും, അത്രയും മാത്രം ഫോട്ടോ എടുത്തിട്ടല്ലേ നമ്മൾ അപ്ലോഡ് ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് എല്ലാം ഒരു ബുക്കിലായാലും പ്രശ്നമില്ല. അതാണ് പറഞ്ഞത്. പിന്നീട് ഒരാൾ അങ്ങനെ നേരിട്ടത് നോക്കുമ്പോൾ മനസ്സിലാവാൻ ഒരു പേജ് ഡിസൈൻ ചെയ്ത് ബുക്ക് മാർക്ക് ഒക്കെ വെക്കുവാണെങ്കിൽ നന്നായിരിക്കും. ഓക്കെ, ആദ്യം സെപ്പറേറ്റ് ബുക്ക് വാങ്ങിച്ചു അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആകും. ഓക്കെ, നല്ലൊരു ഡയറി ആയാലും മതി. അതിൽ പിന്നെ വേറെ ഒന്നും കുത്തി വരച്ചിടരുത്. മക്കളാണെങ്കിലും അതിൽ വന്നൊന്നും വരയ്ക്കാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വേറെ ഒന്നും കണ്ടില്ല. ചിലപ്പോൾ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ ബുക്ക് ഒരു വർത്തായിരിക്കും. നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് ഞാൻ ചെയ്ത അസൈൻമെന്റുകൾ മുഴുവൻ ഇതിലുണ്ട്, ഞാൻ ചെയ്ത സെമിനാറിന്റെ റിപ്പോർട്ടുകളാണ് ഇതെല്ലാം, ഇതൊക്കെ പറഞ്ഞ് നമുക്ക് കാണിക്കാലോ. അതുകൊണ്ട് നല്ല നീറ്റ് ആൻഡ് സൂക്ഷിക്കുക. അസൈൻമെന്റ് എഴുതാൻ റെക്കോർഡ് ബുക്കാണോ വാങ്ങിച്ചേ? അല്ല, അതുപോലത്തെ ബുക്ക് വാങ്ങിയ റെക്കോർഡ് ബുക്ക് ആണെങ്കിൽ നല്ലതായിരിക്കുമെന്ന്. ഓക്കെ, പേരെന്തായിരുന്നു? നഫ്രീന. നഫ്രീന. ഓക്കെ, നഫ്രീന എന്താ പറയാ, റെക്കോർഡ് ബുക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമുക്കത് കുറച്ചധികമായി പോവും. ഞാൻ എൻ്റെ ഒരു അസൈൻമെന്റ് ബുക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ആ സമയങ്ങളിൽ എഴുതി, അത്രേ ഉള്ളൂ. സാധാരണ ഒരു കോളേജ് നോട്ട്ബുക്കിന്റെ ഏറ്റവും ചെറിയ നോട്ട്ബുക്ക് ഇതാണല്ലോ.
അതിനേക്കാൾ കുറച്ച് കൂടി. ഇതിനേക്കാൾ അതായത് ഒരു കോളേജ് നോട്ട്ബുക്കിന്റെ 1/3 കുറവാണ് ഈ ബുക്ക്. പേജും കുറവാണ് കേട്ടോ. ഞാൻ ആ സമയത്ത് എഴുതിയ ഒരു അസൈൻമെന്റ് ബുക്കാണ്. മോണ്ടിസോറി പഠിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ളത്. ഓൾഡാണ് കേട്ടോ. മിസ്, എന്റെ ഒരു അഭിപ്രായം എന്താന്ന് വെച്ചാൽ ഈ റെക്കോർഡ് ബുക്ക് ഇപ്പൊ സ്മാർട്സിന്റെ മെസ്സേജ് നമുക്ക് വന്നല്ലോ, അതെല്ലാരും വാങ്ങാത്ത ആൾക്കാർക്ക് ഇവരുടെ അടുത്ത് നിന്ന് തന്നെ വാങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം അത്ര തന്നെ പൈസ നമ്മളിപ്പോ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഏകദേശം ആകുന്നുണ്ടല്ലോ മിസ്. എന്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. റെക്കോർഡാണ് കേട്ടോ. അത് അസൈൻമെന്റ് എഴുതാനുള്ളതല്ല. അത് റെക്കോർഡിന് വേറെ തീമാണ്. അസൈൻമെന്റ് നമ്മൾ ചെറിയ ചെറിയ ടോപ്പിക്സ്. യെസ്, എന്തോ കാണിക്കുന്നുണ്ടല്ലോ. മ്യൂട്ടാണ്. എന്തെങ്കിലും പറയണ്ടോ ഡിഫി? മ്യൂട്ടാണ്. അസൈൻമെന്റ് എഴുതാനായിട്ട് ചെയ്തതാണ് മാം. ഇത് റെക്കോർഡ് ബുക്കാണോ? റെക്കോർഡ് ബുക്ക് പോലത്തെ ബുക്കാണോ അതോ നോട്ട് ബുക്കാണോ? സാധാരണ നോട്ട്ബുക്കാണ് മാം. മതി, ഇനഫ്. എഴുതിയിട്ടുള്ള പേജ് ഒന്ന് ജസ്റ്റ് കാണിക്കൂ. ഇവർക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അത് മതി, ഇനഫ്. ഞാൻ എഴുതിയിട്ടുള്ളത് പിക്ചേഴ്സ് ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഓക്കെ ഡിറ്റി, താങ്ക് യു. എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. യെസ്, വെരി ഗുഡ്. വെൽനസിന്റെ ഫോട്ടോയാണോ ലാസ്റ്റ് കാണിച്ചേ? മാം, അതെ മാം. ഓക്കെ, വെരി ഗുഡ്. കേട്ടോ, അപ്പൊ ജസ്റ്റ് ആ ഒരു പിക്ക് കണ്ടപ്പോ തന്നെ നമുക്ക് മനസ്സിലായി എഡിറ്റ് ചെയ്ത് വർക്കാ ചെയ്തതെന്നുള്ളത്. അപ്പൊ അസൈൻമെന്റിന് വേണ്ടിയിട്ട് നോട്ട്ബുക്കാണ് പ്രിഫർ ചെയ്തത്. നോട്ട്ബുക്ക് മതിയാകും എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇനി നിങ്ങൾക്ക് അതെല്ലാം കുറച്ചുകൂടെ സെക്യൂർ ആയി ചെയ്യണം എന്നുണ്ടെങ്കിൽ റെക്കോർഡ് ബുക്ക് പോലത്തെ വാങ്ങിച്ചാൽ കുഴപ്പമുണ്ടോ, അങ്ങനെയല്ലേ നഫ്രീൻ ചോദിച്ചത്. ഓക്കെ, അങ്ങനെ ചെയ്യാം. ഇനി പേപ്പറിൽ ചെയ്യുന്നവര് അത് സേഫ് ആയി സെക്യൂർ ആയി സൂക്ഷിക്കണം. കാരണം ഞാൻ പേപ്പറിൽ പ്രിഫർ ചെയ്യില്ല. കാരണം നമ്മളുടെ ഫാനൊക്കെ കറങ്ങി മേശയുടെ അടിയിലേക്കും അലമാരിയുടെ അടിയിലേക്കും പോയി പേപ്പർ മിസ്സായ നമ്മൾ അറിയില്ല. പല കുട്ടികളും പ്രീവിയസ് ബാച്ചിൽ പറഞ്ഞു, ലാസ്റ്റ് ടൈം ആയപ്പോ നോക്കിയപ്പോ ചില പേപ്പറൊന്നും കാണുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. മാം, ഈ അസൈൻമെന്റില് മാം പറഞ്ഞിട്ടില്ല ഹെൽത്ത് ഫ്രൈസസിന്റെ ടോപ്പിക് ആയിട്ട് എഴുതാൻ. അപ്പൊ വെറും പിക്ചർ റൈസ് ചെയ്താൽ പോരാലോ, ടോപ്പിക്സ് എഴുതണ്ട. ഹെൽത്ത് ഫ്രൈസസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് ഈ അസൈൻമെന്റിലാണ് എഴുതിയത്. ഹെൽത്ത് ഫ്രൈസസ് പിക്ചർ വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നോ? അല്ല, ഇതിന്റെ ഫിനിഷ് മാത്രം മതി. മതി. ഇപ്പം ഷംസീനയ്ക്ക് പിക്ചർ പേസ്റ്റ് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ പേസ്റ്റ് ചെയ്തോളൂ, നോ പ്രോബ്ലം. ഇറ്റ്സ് അപ് ടു യു. യുവർ അസൈൻമെന്റ് ബുക്ക്, യുവർ അസൈൻമെന്റ് യു ക്യാൻ മോഡിഫൈ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മോഡിഫൈ ചെയ്ത് എഴുതാം, ഇന്നോവേറ്റീവ് എഴുതാം. പറഞ്ഞ തീമിൽ നിന്ന് അങ്ങ് മാറിപ്പോരുന്നേ ഉള്ളൂ. ഹെൽത്ത് റിലേറ്റഡ് ചോദിക്കുമ്പോൾ അത് തന്നെ ആകാൻ നോക്കണം, അത്രേ ഉള്ളൂ. പിക്ചർ ഒട്ടിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ പിക്ചർ ഒട്ടിച്ചോളൂ, നോ പ്രോബ്ലം. 130 pages ഉള്ള ബുക്ക്. ഇത് അസൈൻമെന്റ് അല്ലേ ഉദ്ദേശിച്ചേ? അസൈൻമെന്റ് മതിയാകും. ഇത് 80 pages ആണ്. 50 പേജിന്റെ കണ്ട് ഒരു ബുക്ക്. ഇത് ഒറ്റ അസൈൻമെന്റ് ആയിരുന്നു കേട്ടോ. 10 questions അടങ്ങുന്ന ഒറ്റ അസൈൻമെന്റ് ആയിരുന്നു. അത് നിങ്ങൾക്ക് ലാസ്റ്റേ തരുള്ളൂ. അപ്പൊ അത് എനിക്ക് ഒറ്റ ബുക്കില്ല. എനിക്ക് 10 അല്ല 15 question ഉണ്ടായിരുന്നു. ഞാൻ അതിൽ നിന്ന് 10 questions മാത്രം എടുത്തിട്ടാണ് എല്ലാ ബാച്ചുകൾക്കും കൊടുക്കുന്നത്. ആ 15 എനിക്ക് കറക്റ്റ് ഈ ബുക്കിൽ കൊടുത്തു. ബാക്കി പേജ് ഒന്നും ബാക്കി വന്നില്ല. റെക്കോർഡ് പുസ്തകത്തില് സ്റ്റോറി എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് എഴുതാനുള്ളതായിരിക്കും അല്ലെ? തീർച്ചയായിട്ടും. എന്തിനു നമുക്ക് വേറെ ആരുടെയെങ്കിലും സ്റ്റോറി, നമുക്ക് സ്വന്തം കഥയുള്ളപ്പോ. അത് ശരിയാ, പക്ഷെ എഴുതാണ്ട് എങ്ങനെയാന്ന് അറിയില്ലല്ലോ മിസ്. അതാ അറിയും. ഇങ്ങനെ പറഞ്ഞ കുറെ പേര് എവിടെ നിന്നൊക്കെ എനിക്ക് ഭാവന വന്നേന്ന് അറിയില്ല എന്നൊക്കെ പറയണ്ടായിരുന്നു. ഇതേപോലെ പറഞ്ഞവര് പറഞ്ഞു. സെമിനാർ ഒരു റിപ്പോർട്ട് പോലെ ആക്കി നിങ്ങൾക്ക് ചെയ്യാം, ഫയൽ ചെയ്യാം. അല്ലെങ്കിൽ അസൈൻമെന്റ് ബുക്കിൽ എഴുതി വെച്ചു എന്ന് വെച്ചാൽ കുഴപ്പമില്ല. അസൈൻമെന്റ് ബുക്കിലെ പേജസ് നിറയെ ഉണ്ട്. സെമിനാർ ഒരു ഫ്രണ്ട് ഷീറ്റ് കൊടുക്കണം, സെമിനാർ എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് മാർക്കും കൊടുക്കണം. നമ്മൾ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ സെമിനാർ സെപ്പറേറ്റ് ഒരു റിപ്പോർട്ട് ആയിരിക്കുന്നതായിരിക്കും നല്ലത്. കുഴപ്പമൊന്നുമില്ല. മാം, അതിനിടയിൽ ഒരു സന്തോഷ വാർത്ത പറയട്ടെ. ഞാൻ ഇന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എനിക്ക് കിട്ടി കേട്ടോ. എന്റെ മോളുടെ സ്കൂളിൽ തന്നെയാണ്. അതെവിടെയാണ് സ്കൂള്? സ്കൂള് പോർബന്ദർ, ഗുജറാത്ത്.
അവിടെയാണോ നിങ്ങൾ അവിടെ സെറ്റിൽഡ് ആണോ? ഞങ്ങൾ അവിടെ സെറ്റിൽഡ് ആണ്. അപ്പം ഇവിടെ ഇന്റർവ്യൂവിന് നമ്മൾ ഒന്നാമത്തെ അവർ ചെക്ക് ചെയ്യുന്നത് ലാംഗ്വേജ് ഉണ്ട്, പിന്നെ ഫോണിക് സൗണ്ട് അവർ കറക്റ്റ് ചോദിക്കുന്നുണ്ട് മാം. ഫോണിക് സൗണ്ട് വെച്ചിട്ട് തന്നെ അവർ പറയിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ റൈംസ് ഒക്കെ പാടാനും ഒക്കെ അവരിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് ഒരു കാര്യം. പിന്നെ അതിനോട് റിലേറ്റ് ചെയ്തിട്ട് എനിക്കിപ്പോ മേ ബി എന്റെ ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും റെഗുലർ ക്ലാസ്. ഞാൻ എന്നും അറ്റൻഡ് ചെയ്യുന്ന ആളാണ്. എനിക്ക് ഭയങ്കര ആക്റ്റീവ് ആണ്, ഭയങ്കര ഇഷ്ടം അറ്റൻഡ് ചെയ്യാൻ. അപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ മാം? 2 മണിക്ക് ശേഷം വല്ല ക്ലാസ്സും അങ്ങനെ ഉണ്ടാവോ? ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഓരോ ബാച്ചിനും ഓരോ സമയമാണ്. നിങ്ങളുടെ ടൈം 11:30 ആ ഒരു ടൈം ആവാറ്. 2:30 ഒക്കെ ആകുമ്പോൾ എല്ലാ ക്ലാസ്സുകളും തന്നെ കഴിയും അല്ലേ? പിന്നെ സ്വപ്ന, വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഞാനൊരു സ്പെഷ്യൽ ബാച്ചിന് ക്ലാസ് എടുക്കുന്നുണ്ട്. മണിപ്പൂരി കുട്ടി ഉള്ളതുകൊണ്ട് അത് ഇംഗ്ലീഷിലാണ് എടുക്കുന്നത്. അത് ആഴ്ചയിൽ ഒരു ദിവസമേ ഉള്ളൂ. അത് 13 ബാച്ചാണ്. പക്ഷെ ആ കുട്ടി ഓൾമോസ്റ്റ് പാർട്ട് 1 കംപ്ലീറ്റ് ആയി. ആ കുട്ടികള് പാർട്ട് 1 കംപ്ലീറ്റ് ആയി. പാർട്ട് 2 ഞങ്ങള് പകുതി കഴിഞ്ഞു. അതായത് ഒരു സബ്ജക്ട് കഴിഞ്ഞു, 3ാമത്തെ സബ്ജക്റ്റിലേക്ക് നിൽക്കുകയാണ്. അത്രയും ആയിട്ടുണ്ട്. അത് കുഴപ്പമില്ല മാം. ബാക്കി ഞാൻ ഈ ക്ലാസ് എനിക്ക് എന്തായാലും കിട്ടുമല്ലോ ഗൂഗിൾ ക്ലാസ് റൂമില്. ഞാനൊരു കാര്യം ചെയ്യാം. സ്വപ്നയുടെ PRO ആരാ? നിങ്ങളുടെ ബാച്ചിന്റെ PRO ആരാ? അതൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല മാം. അങ്ങനെയൊക്കെ ഉണ്ടോ? ഓക്കെ. നിങ്ങള് ഫീസിന്റെ കാര്യങ്ങൾക്കൊക്കെ കോൺടാക്ട് ചെയ്ത് ഞാൻ ചോദിച്ചോളാം. പലരുമാണ് കോൺടാക്ട് ചെയ്യുന്നത്, പല ആൾക്കാരും ഉണ്ട്. ഓക്കെ. ഒരു കാര്യം സ്വപ്ന, എനിക്കൊരു കാര്യം ചെയ്യേണ്ടത്, എനിക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്യാം സ്വപ്നയുടെ ഫുൾ നെയിം വെച്ചിട്ട്. ഓക്കെ മാം. Congratulations and please keep in touch. ഓക്കെ മാം. എന്നോടെങ്കിൽ ജോയിൻ ആണോ? നാളെ മുതൽ ജോയിൻ ചെയ്യണം എന്നാ മാം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. നമ്മൾ ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ മാക്സിമം ആക്റ്റീവേറ്റ് ആയിട്ടിരിക്കുക. കാരണം എൻ്റെ കൂടെ ഉണ്ടായിരുന്നവര് മോണ്ടിസോറി ചെയ്തിട്ടുണ്ട്, അവര് TTC കഴിഞ്ഞവരാണ്, പിന്നെ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ അവർ പറഞ്ഞ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ കുട്ടി സംസാരിക്കുന്നുണ്ടായിരുന്നില്ല എന്നായിരുന്നു. അത് കാരണമാണ് എനിക്ക് കിട്ടിയത്. അപ്പം ആക്റ്റീവായിട്ട് ആരെങ്കിലും ഇന്റർവ്യൂ ചെയ്യാൻ പോവുകയാണെങ്കിൽ നല്ല ആക്റ്റീവായിട്ട് ധൈര്യത്തോടു കൂടി നിൽക്കുക. ടെൻഷൻ അടിച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല. ലോക്കൽസിനെ അവരെടുക്കില്ല മാം. അവർക്ക് ഹിന്ദി കമ്പൽസറി. CGKG എന്ന് പറയും, കോസ്റ്റ് ഗാർഡിന്റെ സ്കൂളാണ്. ഒന്നിക്ക് ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് മസ്റ്റ് ആണ്. Okay, very good. Thank you and we miss you and we need your support also. മാഡത്തിനോട് പ്രത്യേകം നന്ദി. കാരണം ഞാൻ ആകെ റെഫർ ചെയ്തൊരു കാര്യം മാഡത്തിന്റെ ഫസ്റ്റ് സെഷൻ ക്ലാസ് ആയിരുന്നു. എനിക്ക് മോണ്ടിസറി എന്തേലും അവർ ചോദിച്ചൊന്നും പറയാൻ അറിയില്ല. അപ്പോൾ ഞാൻ അത് നല്ലപോലെ റെഫർ ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ മോണ്ടിസോറിന്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മാഡത്തിന് ഒത്തിരി നന്ദിയുണ്ട് എനിക്ക്. ഒരു മാസം ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ നിങ്ങൾ അത് അത്രയും മേർജ് ആയതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. സോ പ്ലീസ് ഷെയർ യുവർ ഫീഡ്ബാക്ക് ഇൻ യുവർ ഗ്രൂപ്പ്. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് കീപ് ഇൻ ടച്ച്. മറ്റേ സ്പെഷ്യൽ ബാച്ചിന്റെ കൂടെ പറ്റുമെന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ കേട്ടോ. പ്രോബ്ലം ഉണ്ടാവില്ല, പോസിറ്റീവ് തന്നെയായിരിക്കും. ഓക്കെ. എനിക്ക് ഈ ഓൺലൈൻ ക്ലാസ് അല്ല, ഇതുണ്ടല്ലോ റെക്കോർഡഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ നല്ല ബോറാ മാം. ഒരു നേരം ഒന്നും കേട്ടിരിക്കാൻ പറ്റില്ല. എനിക്ക് ആക്റ്റീവ് ആവണം. എന്തെങ്കിലും വെറുതെ കേട്ടിരിക്കാനും ഇഷ്ടമില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യാനും അങ്ങനെയൊക്കെ പറ്റിയാലേ നമുക്കും. ഇത് വെറുതെ കേൾക്കുന്നില്ല, നമുക്ക് പഠിക്കണ്ടേ ഇതിനകത്തുനിന്ന്. അതുകൊണ്ട് ഓക്കെ മാം. ശരി മാം. ഡു വെൽ. താങ്ക് യു. ശരിക്കും സന്തോഷമല്ലേ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. ഓക്കെ ഫൈൻ. സോ ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആയിരുന്നു നമ്മൾ അതിന്റെ കാര്യം പറഞ്ഞു. എഡ്യൂക്കേഷൻ. സോ എന്തായാലും സ്വപ്ന നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. സോ മിസ് യു ഒക്കെ വരും. നമ്മൾ ഹാബിറ്റ്സ് ആൻഡ് ബിഹേവിയറിന്റെ കാര്യം പറഞ്ഞു. കുട്ടിക്കാലത്ത് കുട്ടികൾ ഫോളോ ചെയ്യുന്ന പല കാര്യങ്ങളും ഇല്ല, എല്ലാം തന്നെ ഒരു അഡൾട്ട് ആവുന്നവരെ അവരിൽ ഉണ്ടാകും. അത് നല്ല ഹാബിറ്റ്സ് ആണെങ്കിൽ അത് അവർക്കൊരു മുതൽക്കൂട്ടായിരിക്കും ലൈഫിൽ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷെ ഏതെങ്കിലും ഒരു ബാഡ് ഹാബിറ്റ്സിൽ അവർ പെട്ടുപോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് അവരെ തിരിച്ചെടുക്കാന്ന് വെച്ചാൽ നെയിൽ ബൈറ്റിംഗ് ഒക്കെ ഒരു എക്സാമ്പിൾ ആണ്. പിന്നെ ഒരു അഡോളസൻസ് ഒക്കെ എത്തുമ്പോഴേക്കും സ്മോക്കിംഗ്, അങ്ങനെ ഡ്രിങ്കിങ്, ആൽക്കഹോൾ യൂസ്, സബ്സ്റ്റൻസ് യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ടഫാണ് കുട്ടികളുടെ ആ ഒരു ഫ്യൂച്ചർ തന്നെ. അവരൊരു സൊസൈറ്റിക്ക് തന്നെ നല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ആരാ വായിക്കാനെന്ന് റെഡി ആയിട്ടുള്ളത്? ഓക്കെ മാം, ഞാൻ വായിക്കാം. എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണോ? ഫസ്റ്റ് പാരഗ്രാഫേ വായിച്ചോളൂ എന്ന് പറഞ്ഞു. അതാണ് ഫസ്റ്റ് പാരഗ്രാഫാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷനിൽ വായിച്ചോളൂ എന്നാണ് ക്ലാസ്സിൽ നിന്ന് പറഞ്ഞത്. ഇവിടെ നിന്നിട്ട് വായിച്ചോളൂ. ഇപ്പൊ വായിച്ചാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതും
ഈ 3 ബുള്ളറ്റ് പോയിന്റ്സും വായിച്ചു കൊടുക്കും. Okay. Health cannot be achieved simply by taking 1 or 2 pills every day, not by observing, applying this knowledge in everyday life. The care of the body regarding food, cleanness, exercise, protection against disease are essential for the avoidance of sound. Teaching principles of health and hygiene is important as school days make the foundation of habit. The school authorities should guarantee that the school building gets fresh air and sunlight. Proper water supply should also be available for drinking as well as cleaning purpose. Appropriate exercise should be included in the school curriculum in between study hours, which will be helpful to make the students more powerful. The school should be able to provide the children with a pleasant atmosphere for their growth and development. നമുക്കറിയാം ഒത്തിരി സപ്ലിമെന്റ്സ് ഇറങ്ങുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴുള്ളത്. കാരണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ സ്ലിം ആവും, അങ്ങനെയാവും, ഇങ്ങനെയാവും, യങ്ങാവും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ദിവസവും 1-2 പിൽസ് കഴിച്ചതുകൊണ്ട് മാത്രം നമുക്ക് ഹെൽത്ത് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റില്ല. സിംപ്ലി ഈ നോളജ് ഇങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ടും അത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ എവരിഡേ ലൈഫിൽ നമ്മളുടെ മാത്രമല്ല, നമ്മളുടെ വീട്ടിൽ, നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ ഫ്രണ്ട്സിന്റെ എല്ലാവർക്കും നമ്മളത് പറഞ്ഞു കൊടുക്കുമ്പോൾ, അപ്ലൈ ചെയ്യുമ്പോൾ ആണ് അത് കംപ്ലീറ്റ് ആവുന്നത്. ഹെൽത്ത് എന്നുള്ളത് കംപ്ലീറ്റ് ആവുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബോഡി റിഗാർഡിങ് നമ്മൾക്ക് ചേരുന്ന ചില ഭക്ഷണങ്ങൾ ഉണ്ടാവും അല്ലെ, നമ്മൾ നോർമലി കഴിക്കുന്ന, നമ്മൾ ചിലത് നമ്മൾക്ക് ഡൈജസ്റ്റ് ആവാൻ ബുദ്ധിമുട്ടായിരിക്കും, ചിലർക്ക് ഗ്യാസ്ട്രൈറ്റിസിന്റെ പ്രോബ്ലം വരും ചില ഫുഡ് ഐറ്റംസ് കഴിച്ചാൽ, ചിലപ്പോൾ ചില മെഡിസിൻസ് എടുക്കുമ്പോൾ ചില ഫുഡ് ഐറ്റംസ് കഴിക്കരുതെന്ന് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ കെയർ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ബോഡിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ റെസ്പെക്ട് ആയിരിക്കും അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ക്ലീൻലിനെസ്, എക്സസൈസ്, അതെല്ലാം പിന്നെ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഡിസീസ്, ഇതെല്ലാം നമ്മൾക്കൊരു സൗണ്ട് ബോഡി ആൻഡ് മൈൻഡ്, നല്ലൊരു ആരോഗ്യം, സൗണ്ട് ഹെൽത്ത് കിട്ടാനുള്ള കാരണങ്ങൾ അതൊക്കെയാണ്. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തോന്ന് അറിയില്ല. എന്റെ അമ്മ പറഞ്ഞൊരു കാര്യമാണ്. അമ്മ പറയായിരുന്നു, ഇങ്ങനെ വീടിനടുത്തുള്ള ഒരു ചേച്ചിയും പറഞ്ഞു, ഒരു ഓർമ്മയില്ല, ഏത് ക്ലാസ്സിൽ ഏതാ പറഞ്ഞിട്ട് ഓർമ്മയുണ്ടാവും. ആളിങ്ങനെ കുറച്ചുകൂടെ ഒന്ന് യങ് ആവാനായിട്ട് ഇതുപോലെ ഏതൊരു ഫുഡ് സപ്ലിമെന്റ് കഴിച്ചു. എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്തു ഇത് കഴിക്കണം ഇത് കഴിക്കണം എന്നിട്ട്. ഇപ്പൊ ആള് എന്തോ ന്യൂറോ പ്രോബ്ലം പറ്റി ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഓടിപ്പോയി, നടക്കാൻ പറ്റില്ല, വേറൊരാളുടെ സഹായം വേണം. നടക്കാൻ മാത്രമല്ല, എല്ലാ കാര്യങ്ങൾക്കും 50+ എന്തോ ഉള്ളൂ. എന്റെ അമ്മയ്ക്ക് 70+ ഉണ്ട് കേട്ടോ. 50+ ഉള്ളൂ ആ ചേച്ചി. അപ്പൊ ഇപ്പൊ ഫുള്ളി കിടപ്പാണ്, സംസാരിക്കാനൊന്നും പറ്റാത്ത രീതിയിൽ ആയിപ്പോയി എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിക്ക് പറ്റിയതാണോ, അതിന്റെ പ്ലസ് മൈനസ് എല്ലാം മനസ്സിലാക്കണം. പിന്നെ ചില ഇതെല്ലാം എടുക്കുമ്പോൾ ഡോക്ടറുടെ ഒരു റെക്കമെൻഡേഷൻ ഉള്ളത് നന്നായിരിക്കും. അത് നമ്മളങ്ങനെ കാണുന്ന ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ ക്ലിനീഷ്യൻ എന്ന് പറയുന്നത് നമ്മൾക്ക് അത്രയും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള, നമുക്കത് ഓക്കെ ആണെന്ന് തോന്നുന്ന ഒരാൾ മാത്രം നമ്മൾ കാണും. കാരണം ഇപ്പൊ വിശ്വസിച്ച് ഹോസ്പിറ്റലുകളിലും പോകാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരാളെ കാണുന്നതായിരിക്കും നല്ലത്. സ്കൂൾ ഡേയ്സിന്റെ കാര്യം ഇവിടെ ഹൈലൈറ്റ് ചെയ്തത് പറയാൻ കാരണം, നമ്മുടെ കുഞ്ഞുങ്ങൾ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത് സ്കൂളിൽ നിന്നാണ്. അപ്പൊ സ്കൂളിൽ ഇതുപോലുള്ള ഹെൽത്തും ഹൈജീൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് ഒരു അവയർനെസ് കൊടുക്കുന്നത് അവരുടെ ഹാബിറ്റ്സിന് നല്ലൊരു ഫൗണ്ടേഷൻ ഇടാൻ പറ്റുന്ന രീതിയിൽ അതായിരിക്കും. ഇപ്പം നെയിൽസ് കട്ട് ചെയ്ത് വരിക, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ ഹാൻഡ് കർച്ചീഫ്സ് യൂസ് ചെയ്യുക, നല്ല ക്ലീൻ വാട്ടർ ഡ്രിങ്കിങ്ങിനും ക്ലീനിങ് പർപ്പസിനും യൂസ് ചെയ്യുന്നതും, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് റിലേറ്റഡ് ആയിരിക്കും. സ്കൂൾ അതോറിറ്റീസ് ഗ്യാരണ്ടി ചെയ്യണം. നമ്മൾ എപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചേർക്കാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും കുറെ കാര്യങ്ങൾ അല്ലെ. സ്കൂൾ ഏത് ലൊക്കേഷനിലാണ്, സ്കൂളിൽ നിന്നും പുറത്ത് കിടക്കുമ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, ഈവൻ ഗേറ്റ് കടന്നു വരുന്ന ആ റോഡ് അവിടെ അപകടങ്ങൾ ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുന്നു. സ്കൂളിൽ എല്ലാ ഫെസിലിറ്റീസ് ഉണ്ടോ എന്ന് നോക്കും. ടോയ്ലറ്റ് ആണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്ലീൻ ആണോ എന്ന് നോക്കും. കുട്ടിക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം സ്കൂളിന്. നമുക്കൊരു അസൈൻമെന്റിൽ ആ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടോ, പുതുതായി തുടങ്ങാൻ പോകുന്ന ഒരു സ്കൂള്, നമ്മൾ നമ്മുടെ കുട്ടിയെ അവിടെ ജോയിൻ ചെയ്യിക്കാൻ പോവാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് കുറേ സംശയങ്ങൾ ഉണ്ടാവും. നിങ്ങൾ എന്തൊക്കെയായിരിക്കും ആ സ്കൂൾ അതോറിറ്റിയോട് ചോദിക്കുന്നത്? നമ്മുടെ കുഞ്ഞിനെ നമ്മൾ അവിടെ അഡ്മിഷൻ എടുക്കാൻ പോവാം, നിങ്ങൾ സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരിക്കും എന്ന് പറഞ്ഞു കേട്ടെ.
സ്കൂളത്തെ റൂൾസ് ഒക്കെ ചോദിച്ചറിയും. നല്ല പഠിപ്പുള്ള ഫുഡോ സ്കൂൾ ഓക്കെ സേഫ്റ്റി ചോദിക്കും. കുട്ടികളെ കെയർ ചെയ്യുമെന്ന് ചോദിക്കും. കെയർ ചെയ്യുന്ന സ്കൂളാണോ എന്ന് ചോദിക്കും. ഓക്കെ. വാഹന സൗകര്യം കുട്ടിനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ സൗകര്യങ്ങളൊക്കെ ചോദിക്കും. അഡ്വാൻസ് വാഹന സൗകര്യം വെഹിക്കിൾ അവൈലബിൾ ആണോ എന്ന് ചോദിക്കും. അതിന്റെ ടൈമിംഗ് ചോദിക്കും അല്ലെ. യൂണിഫോം നിങ്ങൾ പ്രൊവൈഡ് ചെയ്യൂ, കുട്ടിക്ക് നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കും പ്രൊവൈഡ് ചെയ്യും. അതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. നല്ല ക്ലീൻ വാട്ടർ ഉണ്ടോ, കുട്ടിക്ക് പ്ലേ ഏരിയ ഉണ്ടോ, പിന്നെ എന്താ പറയാ നല്ല ടീച്ചേഴ്സ് സ്കൂളിന്റെ പിന്നെ പ്രിമൈസസിന് ഉള്ളിൽ ഇറക്കുവോ അല്ലെങ്കിൽ റോഡിന് അതൊക്കെ ചോദിക്കൂലേ? ചോദിക്കും. അതെ അതെ. സ്കൂളിന്റെ ലൊക്കേഷൻ അത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. കാരണം ഞാൻ കുട്ടികളെ പഠിച്ചിരുന്ന സ്കൂളിന്റെ തൊട്ട് മതിലായിരുന്നു ഒരു ഹോസ്പിറ്റൽ. അപ്പൊ സ്കൂളും ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആണ്, ഹോസ്പിറ്റലും അതെ. സെയിം മാനേജ്മെന്റിന്റെ കീഴിലുള്ള 2 ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു അത്. ഒന്ന് ഹോസ്പിറ്റലും ഒന്ന് സ്കൂളും ആണെന്ന്. പക്ഷെ ഒരു ചെറിയൊരു ചലഞ്ച് അവിടെ വന്നതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോസ്പിറ്റലിൽ നമുക്കറിയാം പല വേസ്റ്റും വരും അല്ലെ, ബയോഡിഗ്രേഡബിൾ ആയിട്ടും ബ്ലഡ് അങ്ങനെ ഇങ്ങനെ പല വേസ്റ്റും വരും ഹോസ്പിറ്റലിൽ. വേസ്റ്റ് പ്രോപ്പർ ആയിട്ട് അവർ പ്രോസസ് ചെയ്യുക എന്നുള്ളതാണ് ഹോസ്പിറ്റലിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് അതിനൊരു പാളിച്ച വന്നു. അപ്പൊ അന്ന് ഞാൻ പി ടിയിലുള്ള സമയമാണ്, ഇപ്പോഴും ഞാൻ പി ടിയിലുണ്ട്, അന്ന് പി ടിയിലുള്ള സമയമായിരുന്നു. അപ്പൊ ഞാൻ സ്കൂളിലെ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു, സിസ്റ്റർ ഇത് കാരണം സ്മെല്ല് വല്ലാതെ വരുന്നു എന്ന് പറഞ്ഞു. മോള് അവരുടെ ക്ലാസ് റൂം അതിനോട് ചേർന്ന് വന്നപ്പോ മോൾ ഇങ്ങനെ എന്നോട് പറഞ്ഞു, പല പാരന്റ്സും കുട്ടികളും ഇതുപോലെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു സിസ്റ്റർ ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല, കാരണം കുട്ടികളാണ്, അത് അവരെ വല്ലാതെ ബാധിക്കും. ഇങ്ങനത്തെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തോ ഒരു യൂണിറ്റ് അവർ പണിയുന്നുണ്ടായിരുന്നു ഈ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനായിട്ട്. ഞങ്ങൾ ചെന്ന് അവിടുത്തെ അച്ഛന്മാരെയൊക്കെ കണ്ടു, ഹോസ്പിറ്റൽ മാനേജ്മെന്റിനെയൊക്കെ കണ്ടിട്ട് സംസാരിച്ച് കഴിഞ്ഞ് അവരോട് പറഞ്ഞു. അപ്പം അവർക്കും മനസ്സിലാവുമല്ലോ, കൊച്ചുകുട്ടികളാണല്ലോ. അങ്ങനെ വന്നപ്പോഴേക്കും അവർ വേഗം തന്നെ പ്ലാന്റിന്റെ അത് വേഗം ശരിയാക്കാനുള്ള മാർഗം നോക്കി. എന്നിട്ടും ശരിയായില്ലെങ്കിൽ ഈവൻ ഒരേ മാനേജ്മെന്റ് പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും സ്കൂൾ മാനേജ്മെന്റിന്റെ സൈഡിൽ നിന്ന് പറഞ്ഞു നമുക്ക് മുനിസിപ്പാലിറ്റിയുടെ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴേക്കും ഹോസ്പിറ്റലുകാർ അത് ശരിയാക്കി. ഇപ്പൊ പ്രോബ്ലം ഒന്നുമില്ല. ആ ഒരു ഡിഫറൻസ് ഹോസ്പിറ്റലിൽ തൊട്ടടുത്താണ്. ചില കാര്യങ്ങൾക്ക് നമുക്ക് ഹോസ്പിറ്റൽ അടുത്തുള്ളത് നന്നായിരിക്കില്ലേ, കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓടി ചെല്ലാം. കാരണം ആ മതിലൊരു കൊച്ചു ഗേറ്റ് വെച്ചിട്ടുണ്ട് ഈ സ്കൂളും ഹോസ്പിറ്റലിലേക്ക് നേരിട്ട് പോകാനായിട്ട്. കാരണം കോൺവെന്റിലെ സിസ്റ്റേഴ്സ് അവിടുത്തെ സ്റ്റാഫും ഉണ്ട്, ഡോക്ടർമാരും ഉണ്ട്, നഴ്സുമാരും ഉണ്ട്, അല്ലാതെ ഓഫീസർ സ്റ്റാഫും ഉണ്ട്. അങ്ങനെ അത് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് അന്ന് പറ്റി. അപ്പൊ അതാണ്. അപ്പൊ സ്കൂള് നിലനിൽക്കുന്ന ആ ഒരു സ്ഥലം അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ചെറിയ സ്കൂൾ യൂണിഫോമിന്റെ ചോദിച്ചല്ലോ, അത് യൂണിഫോം ശരിക്കും നല്ലതാന്ന് എന്റെ അഭിപ്രായം. കാരണം എല്ലാവർക്കും ഒരുപാട് ഡ്രസ്സ് ഉണ്ടായിന്ന് വരൂലല്ലോ. അപ്പം കളർ ഡ്രസ്സ് ഇടുന്ന സമയത്ത് ചിലപ്പോൾ ഉള്ള കുട്ടികളാണെങ്കിൽ പുതിയ പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് പോകുമ്പോൾ ഇല്ലാത്ത കുട്ടികൾക്ക് അതെപ്പോഴും അതൊരു സങ്കടം തന്നെയല്ലേ. അപ്പൊ ഫോം ആവുമ്പോ എല്ലാവർക്കും ഒരേ മൈൻഡ് ആയിരിക്കും. ഇല്ലാത്തതും അറിയില്ല, ഉള്ള ആളതും അങ്ങനെ നമുക്ക് പരസ്പരം അറിയാൻ പറ്റൂല. അതെ. ഞാൻ പ്രീ ഡിഗ്രി ആയിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത്. +1 +2 ഉണ്ടെങ്കിലും പ്രീ ഡിഗ്രി ആയിരുന്നു കൂടുതൽ. ഞാൻ പഠിച്ച് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് പ്രീ ഡിഗ്രി നിന്ന് വരും. ആ സമയത്ത് എന്റെ ഒരു ടെൻഷൻ അതായിരുന്നു. കാരണം നമുക്ക് അങ്ങനെ ഭയങ്കരമായ ഡ്രസ്സുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കളർ ഡ്രസ് അല്ലായിരുന്നു. പക്ഷെ പിന്നെ ഡിഗ്രിക്ക് എഞ്ചിനീയറിംഗ് ചേർന്ന സമയത്ത് 4 വർഷം യൂണിഫോം ആയിരുന്നു. ഭയങ്കര ആശ്വാസമായിരുന്നു ശരിക്കും. അത് യൂണിഫോം എന്ന് പറയുന്ന ഒരു ആശ്വാസം തന്നെയായിരുന്നു ചില ആ ഒരു സമയങ്ങളിലൊക്കെ. പറഞ്ഞത് ശരിയാണ്. ഇപ്പൊ യൂണിഫോം ഇപ്പൊ എല്ലാ സ്കൂളുകളിലും ഇതുപോലെ കോളേജുകളിലും ഒക്കെ ഇപ്പൊ യൂണിഫോം ആയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അതൊരു യുണീക്നെസ് ഉണ്ട് അതിന്. യൂണിഫോം ഉണ്ടോ അങ്ങനെ കാര്യങ്ങൾ നമ്മൾ ചോദിക്കും. പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടോ, പഠിത്തം മാത്രമല്ലല്ലോ. കുട്ടികളെ ഐഡന്റിഫൈ ചെയ്യാനും ഐഡി കാർഡ്. പക്ഷെ ആ കുട്ടികൾ വേറെ എങ്ങോട്ടെങ്കിലും ഒക്കെ പോവുമെങ്കിൽ കുട്ടികളെ പിന്നെ നമുക്ക് ചോദിക്കാം. പിന്നെ നമുക്ക് പി ടി എയിൽ ഉണ്ടെങ്കിൽ നമുക്കൊരു കാര്യം കൂടെ പറയാം. കുട്ടികളുടെ ഐ ചെക്കപ്പ്, ഡെന്റൽ ചെക്കപ്പ് അത് നടത്തുവാണെങ്കിൽ നന്നായിരിക്കും. കുഞ്ഞുങ്ങളിൽ എപ്പോഴും പ്രശ്നം വരുന്നത് പല്ലിനും കണ്ണിനും ഒക്കെയാണല്ലോ. അപ്പൊ അത് ഒരു നല്ല കാര്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം, പി ടി എയിൽ പറയാം. പിന്നെ വേറെ എന്താ പറയാൻ പറ്റുക, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടോ എന്ന് ചോദിക്കാം. പിന്നെ സ്കൂൾ ബസിന്റെ ടൈമിങ്സ് ചോദിക്കാം, സ്കൂൾ ടൈമിംഗ് ചോദിക്കാം. ചിലർ ഫീസിന്റെ കാര്യങ്ങൾ ചോദിക്കുമായിരിക്കും. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും.
സിബ്ലിങ്സ് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഫീസിന്റെ കാര്യത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ അത് നമുക്ക് ചോദിക്കാട്ടോ. അവരെ ഒന്ന് ചിന്തിപ്പിക്കുകയോ വേണമെങ്കിൽ ചെയ്യാം. സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്തു കൊടുക്കാമോ എന്നുള്ള രീതിയിൽ മാനേജ്മെന്റ് ചിന്തിച്ചാൽ നന്നായിരിക്കും. ചാൻസ് കുറവാ എന്നാലും സ്കൂൾ വക ഫുഡ് ഉണ്ടോന്ന് അന്വേഷിക്കും. എന്താ സ്കൂൾ വക ഫുഡ് ഉണ്ടോന്ന് അന്വേഷിക്കും. കഞ്ഞി, ചോറ്, മീൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ അതൊക്കെ നമുക്ക് ക്ലീൻ വാട്ടർ. അതൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോ കാണിച്ച 10 ക്വസ്റ്റ്യൻ ഒരുമിച്ചുള്ള അസൈൻമെന്റിലാണത്. ഫ്രീക്വന്റ്ലി ആസ്കിങ് ക്വസ്റ്റ്യൻസ് FAQ എന്നും പറഞ്ഞിട്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതണം, നിങ്ങൾ അതിന്റെ ആൻസർ എഴുതണം. ആ രീതിയിലുള്ള ഇതാണ്. ഞാൻ വൈവയ്ക്കൊക്കെ കുട്ടികൾ വരുമ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങളുടെ കുട്ടി ഒരു സ്കൂളിൽ ചേർക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് കുറെ കൺസേൺ ഉണ്ടാവില്ലേ, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കുന്നു ചോദിച്ചു. നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണല്ലേ. ഇതേ ഉള്ളൂ നമ്മളുടെ അസൈൻമെന്റും വർക്കുകളും. അല്ലാതെ നമ്മൾ കുറെ കാണാതെ പഠിച്ചു വെച്ച് നമ്മൾ ആൻസർ ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങളുടെ കുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുപോകുന്നു, നിങ്ങളുടെ കൺസേൺ എന്തായിരിക്കും, നിങ്ങൾ സ്കൂൾ അധികൃതരോട് എന്തൊക്കെ ചോദിക്കും അവിടുത്തെ ഫെസിലിറ്റിയെ കുറിച്ച്. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നുന്നുണ്ടോ? നമ്മൾ ഡെയിലി നമ്മളത് കേട്ട് നമ്മൾ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി ഒക്കെ പോകുന്ന ഒരു കാര്യമാണ്. വൈവ ഓൺലൈനാണ്. ഇതുപോലെ ഗൂഗിൾ മീറ്റ് ആയിരിക്കും. പിന്നെ നേരിട്ട് നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പ്രാക്ടിക്കൽ സെഷന് വരുന്ന കാര്യം ഞാൻ പറഞ്ഞില്ല, പിന്നെ ഇനിയുള്ള കാര്യങ്ങളാണ്. അപ്പൊ നേരിട്ട് ചെയ്യാൻ താല്പര്യമാണ് ചെയ്യും. മിസ് വൈവ ജനറൽ ആയിട്ടാണോ ചോദിക്കുക, അല്ലെ ഈ പുസ്തകത്തിലത്തെ കാര്യങ്ങൾ തന്നെയാണോ ചോദിക്കുക? വൈവ ഇപ്പൊ റീച്ച് നമ്മൾ കുറച്ച് അസൈൻമെന്റ് ഒക്കെ എഴുതിയിട്ടില്ലേ, എഴുതാൻ തുടങ്ങാൻ പോകുന്നില്ലേ നമ്മള്. ഞാനിപ്പോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ, FAQ, സ്കൂളിന്റെ കുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ പോകുന്നു, നിങ്ങൾ എന്തൊക്കെ ചോദിക്കും അങ്ങനെ. പിന്നെ നമ്മൾ ചെയ്ത അസൈൻമെന്റുകളെ കുറിച്ചും, ഇപ്പം ആ അസൈൻമെന്റിൽ നിങ്ങൾ എന്താണ് എഴുതിയത്, പിന്നെ ഹെലൻ കെല്ലറെ കുറിച്ച് സെമിനാർ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണോ ചെയ്തിട്ടുള്ളത് അത് മാത്രമേ നമ്മൾ ചോദിക്കുള്ളൂ കേട്ടോ. പിന്നെ പ്രാക്ടിക്കൽ മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസ് അതിനെ പറ്റി ചോദിക്കും. കാരണം അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. കാരണം വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മൾ പഠിക്കുന്ന കാര്യമാണല്ലോ. മെറ്റീരിയൽസ് വെച്ച് എങ്ങനെ ചെയ്യും, അത് ചെയ്താൽ കുട്ടിക്ക് എന്ത് മനസ്സിലാകും. ഇപ്പം എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ ജോമെട്രിക്കൽ ഷേപ്പിന്റെ കാര്യം പറഞ്ഞു അല്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു ആക്ടിവിറ്റി ഒരു കുട്ടിക്ക് കൊടുത്താൽ കുട്ടി അതിൽ നിന്നും എന്തെല്ലാം മനസ്സിലാക്കും, പല പല ഷേപ്പ് മനസ്സിലാക്കും അല്ലെ. അത് ആ ഷേപ്പിലുള്ള സാധനങ്ങൾ അവൻ കണ്ടതുമായിട്ട് കണക്ട് ചെയ്യും. ഇത്രയുള്ളൂ ആൻസർ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, അല്ലാണ്ട് വേറെ എന്താ പറയാ ജനറൽ നോളജോ കറണ്ട് അഫയേഴ്സോ ഒന്നും അതിൽ വരില്ല. നമ്മുടെ മോണ്ടിസോറി മെത്തേഡിനെ കുറിച്ച് മാത്രമേ ചോദിക്കൂ. ഇനി നിങ്ങളുടെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയും. ഒരു കാര്യം പറഞ്ഞിട്ട്, ഒരു ടോപ്പിക് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ കുട്ടികളെ നമ്മളുടെ ചൈൽഡ് കെയർ സയന്റിഫിക് ആണോ, നിങ്ങളുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താണ്? ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങളല്ലേ, എവിടെ എഴുതി വെച്ചിട്ടുള്ളതല്ലോ. ഇതൊക്കെ നമ്മൾ സ്ഥിരമായി സംസാരിക്കുന്ന കാര്യങ്ങളാണ്. കുട്ടികളുടെ സ്ക്രീൻ അഡിക്ഷനെ കുറിച്ചും അല്ലെ, പാരന്റ്സിന്റെ കുട്ടികളെ നോക്കുന്ന രീതികളെ കുറിച്ചും, ടീച്ചർമാർ എങ്ങനെയായിരിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മള് പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ എപ്പോഴെങ്കിലും ഇങ്ങനെ തുറന്ന ചർച്ചകളും ഒക്കെ ഉള്ള കാര്യങ്ങളല്ലേ. പറഞ്ഞു എനിക്ക് പഠിപ്പിച്ചില്ല, ആരോ എന്നെ ഓർപ്പിച്ച പോലെ. ഏത് പേജാന്ന് ചോദിച്ചു. യെസ് പ്ലീസ്. പിന്നെ ഇല്ലേ, നമ്മൾ മെഡിക്കലി എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ പിള്ളേരെ എങ്ങനെയായിരിക്കും അവർ കെയർ ചെയ്യണമെന്നുള്ളത് ചോദിക്കില്ലേ സ്കൂളിൽ ചേർക്കണം? ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആണോ? വെരി ഗുഡ്. നഴ്സിംഗ് അസിസ്റ്റന്റുകൾ ഉണ്ടല്ലേ ചില സ്കൂളുകളിലുണ്ട്. കുറച്ച് വലിയ സ്കൂളുകളിലൊക്കെ ഉണ്ട് ആ ഒരു ഫെസിലിറ്റി, പോസ്റ്റ് ഉണ്ട് അവിടെ. മോള് പഠിക്കുന്നിടത്ത് അങ്ങനെയുണ്ട്. അവർ പറഞ്ഞ അവിടെ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യും. ഈവനിങ് മിൽക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ അവരോട് ചോദിച്ചിട്ടാണ് നമ്മള് ചേർത്തത് അവിടെ. പിന്നെ ബുക്ക് ഇല്ല, ബുക്ക് നമുക്ക് ഇങ്ങോട്ട് വീട്ടിലോട്ട് ബുക്ക് കൊടുത്തിട്ടില്ല വീക്കിലി. പിന്നെ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് അവിടെ. ഇപ്പൊ സ്വിമ്മിങ്, ഹോഴ്സ് റൈഡിങ് പഠിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ LKG UKG എക്സ്ട്രാ ആക്ടിവിറ്റീസ് കൂടുതലാണ്. എവിടെയാണ് സ്കൂൾ? ഹോളി ഗ്രേസ് അക്കാദമി, മാള. ഞാൻ പറഞ്ഞ മണിപ്പൂരി കുട്ടി അവിടത്തെ ടീച്ചറാട്ടോ, ഹോളി ഗ്രേസിലെ. ഓക്കെ. അസൈൻമെന്റ് എഴുതി തുടങ്ങണം മിസ്സേ. ഇപ്പൊ കുട്ടികളെ ചേർത്താൻ പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കുന്നില്ല, ഈ അസൈൻമെന്റ് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോഴത്തെന്താ, ഇത് ഞാൻ ഏറ്റവും അവസാനം തരുന്നൊരു അസൈൻമെന്റ് ആണ്. നിങ്ങളുടെ മോഡ്യൂൾ 1 പാർട്ട് 4 അത് എത്താറാവുമ്പോഴേ ഞാനത് തരുള്ളൂ. എഴുതല്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ PG-ക്കാർക്കുള്ള ഒരു അസൈൻമെന്റ് ആണ്. പക്ഷെ ഞാൻ 2 പേരെ കൊണ്ട് എഴുതിപ്പിക്കും. ഡിപ്ലോമക്കാരും എഴുതണം എന്ന് ഞാൻ പറയും. വേറെ ഒന്നുമല്ല, PG-യുടെ ടോപ്പിക്സ് എന്താന്ന് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ. ഒരു സ്കൂൾ എങ്ങനെയാണ്, ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾ എങ്ങനെയാണ്, പിന്നെ നമ്മൾ കേട്ടിട്ടുള്ള വേൾഡ് ഫേമസ് ആയിട്ടുള്ള ടീച്ചർമാരെ കുറിച്ച് എഴുതാനായിട്ട്, പിന്നെ നമ്മൾക്ക് പേഴ്സണലി നമ്മൾ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്ത ടീച്ചർമാരുണ്ടാവുമല്ലോ. ഞാൻ വലുതാകുമ്പോൾ ഈ ടീച്ചറെ പോലെ ആകും,
എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒത്തിരി സ്നേഹം തോന്നിയിട്ടുള്ള ടീച്ചർമാരുണ്ടാവില്ലേ, നമ്മളെ വളരെയധികം ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള ടീച്ചർമാരെ കുറിച്ച് നിങ്ങൾക്ക് എഴുതാനുള്ളതുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതല്ലേ, ഇതൊന്നും നമ്മൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടില്ലല്ലോ. വേൾഡ് ഫേമസ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ മതിയാവും. പക്ഷെ നമ്മൾക്ക് ഒത്തിരി ഇഷ്ടം തോന്നിയിട്ടുള്ള ടീച്ചർമാരെ കുറിച്ച് നമ്മുടെ ഉള്ളിൽ തന്നെ വരും. പിന്നെ ഒരു ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്കൂൾ എങ്ങനെയായിരിക്കണം, പിന്നെ നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും പ്രീ സ്കൂൾ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി എഴുതാനായിട്ട് പറയും. അതിപ്പോൾ വിസിറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, നമ്മുടെ മക്കൾ പഠിക്കുന്നുണ്ടാവും. പിന്നെ നിങ്ങൾ ആ സമയം ആകുമ്പോഴേക്കും ടീച്ചിങ് പ്രാക്ടീസിന് എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും. പിന്നെ ചിലർ വർക്ക് ചെയ്യുന്നുണ്ടാവും ഏതെങ്കിലും സ്കൂളിൽ ടീച്ചറായിട്ട് ഒക്കെ. അല്ലാണ്ട് അസൈൻമെന്റ് ഒരിക്കലും പേടിപ്പിക്കാൻ വേണ്ടി തരുന്നല്ല കേട്ടോ. കാരണം ഇങ്ങനെ സാറ് ദിവസം പറഞ്ഞേ അസൈൻമെന്റ് എന്നൊക്കെ കേൾക്കുമ്പോ കുറെ പേര് നിർത്തിയിട്ട് പോകുന്നു. അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമമായി. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മളത് ചെയ്യാതെ ചുമ്മാ എന്തൊക്കെയോ പഠിച്ച് ഒരു മാർക്ക് ലിസ്റ്റ് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു ഫാക്ടറിയിൽ നിന്നൊക്കെ എന്തൊക്കെയോ മെഷീൻസിനെ ഉണ്ടാക്കി പുറത്തു വിട്ട പോലെ തോന്നും. നമ്മളുടെ തോട്ട് പ്രോസസ് ഡെവലപ്പ് ചെയ്യുന്നില്ല, നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ കുറെ കൂടെ ചിന്തിക്കും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരെ പറ്റി നമ്മൾ കുറെ കൂടെ ചിന്തിക്കും. അപ്പൊ അതൊക്കെയാണ് ശരിക്കും വേണ്ടത്. നമ്മുടെ ഉള്ളിലുള്ള കഴിവൊക്കെ കുറെ പുറത്തു വരും. അല്ലാതെ വേണമെങ്കിൽ ചുമ്മാ ഈ PDF വായിച്ചിട്ട് നിങ്ങൾക്ക് കുറെ ക്വസ്റ്റ്യൻസും തന്ന് പരീക്ഷ എഴുതിപ്പിച്ചിട്ട് ഒരു സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും തന്ന് ചിലപ്പോൾ എല്ലാവർക്കും 100% കിട്ടി ഒക്കെ പോകുമ്പോഴേക്കും ശരിക്കും എനിക്ക് ഫീൽ ചെയ്യണത് ഏതോ ഒരു ഫാക്ടറിയിൽ ഞാൻ കുറെ മെഷീൻ ഉണ്ടാക്കി പുറത്തു വിട്ട പോലെ തോന്നും. റോബോട്ടുകളെ അല്ല ആവശ്യം, മനസ്സിൽ നന്മയും സ്നേഹവും എല്ലാ ഇമോഷൻസും സങ്കടവും ദേഷ്യവും ഒക്കെ നമുക്ക് വരും, എല്ലാം ഉള്ള പ്യുവർ സോൾസ്, അതാണ് ആവശ്യം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തരുന്നത്. ഏത് അസൈൻമെന്റ് ടോപ്പിക് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് ശരിക്കും നമ്മുടെ ജീവിതത്തെ തൊടുന്ന കുറെ കാര്യങ്ങളാണ്. ഹെൽത്തി ആയിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഒബ്സർവ് ചെയ്യും, അൺഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഒബ്സർവ് ചെയ്യും. അപ്പൊ നമുക്ക് മനസ്സിലാവും അൺഹെൽത്തി ആകുമ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ. ഹെൽത്തി ആയിട്ടുള്ള ഒരാള് എത്രത്തോളം പോസിറ്റീവായിട്ടൊരു ക്വാളിറ്റി ഉള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളൂ. അപ്പൊ നമ്മുടെ വീട്ടില് പ്രായമായ സുഖമില്ലാത്ത ഒരാളുണ്ടെങ്കിൽ നമ്മൾ അവരെ കൂടുതൽ കെയർ ചെയ്യും. കുഞ്ഞുങ്ങൾക്ക് അസുഖങ്ങൾ വരാതിരിക്കാൻ നമ്മൾ കുറേ ശ്രദ്ധിക്കും. പ്രായമായ ആൾക്കാർക്കും ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും, അസുഖങ്ങൾ ഉള്ളവർക്ക്. അപ്പൊ അവരെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കും. അപ്പൊ നമ്മളും നമ്മളെ ശ്രദ്ധിക്കും. ഞാൻ ആരോഗ്യത്തോടെ ഇരുന്നാലാണ് എനിക്ക് ഇവരെ നോക്കാൻ പറ്റും. നമ്മുടെ വീടിന്റെ ക്ലൈമറ്റ് മൊത്തം മാറും. വീട് നല്ല എല്ലാം കൊണ്ടും നീറ്റ് ആൻഡ് ക്ലീൻ, എല്ലാവർക്കും ഒരു സന്തോഷം. ആ ഒരു എവറി ടൈം ആ ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിട്ട് മാറും. ഇതാണ് കേട്ടോ. ചിലപ്പോൾ ആർക്കെങ്കിലൊക്കെ ക്ലാസ്സിൽ തോന്നിയിട്ടുണ്ടാവും ഈ മിസ് ഇതിന്റെ ഒരു വരി പോലും വായിച്ചില്ലല്ലോ, ഇത്ര നേരം വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നല്ലോ എന്ന് തോന്നും. ക്ലാസ്സിന്റെ സ്റ്റൈൽ ഇങ്ങനെ തന്നെയാണ്. ദിസ് ഇസ് യുവർ പ്ലാറ്റ്ഫോം, അവർ പ്ലാറ്റ്ഫോം ഓൾസോ. ഞാനും ഇതിന്റെ ഒരു ഭാഗമാണ്. നമുക്ക് കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്യാം. ഇതിന്റെ കൂടെ നമ്മുടെ ഈ ടോപ്പിക്കും തീർന്നു പോകുന്നത് നിങ്ങൾ അറിയില്ല. അതുപോലെ സ്മൂത്ത് ആയിട്ട് പൊക്കോളും. പേടി ഉണ്ടാവില്ല. മറ്റേത് എക്സാമിന് കേൾക്കുമ്പോൾ ഒരു പേടി, അസൈൻമെന്റ് കേൾക്കുമ്പോൾ ഒരു ടെൻഷൻ, മെസ്സേജ് ഒക്കെ വരുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അസൈൻമെന്റ് ഈ ബുക്ക് എഴുതിയാൽ കുഴപ്പമുണ്ടോ, ഇങ്ങനത്തെ ആയാലും കുഴപ്പമുണ്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോരോ ക്വസ്റ്റ്യൻസ് കേൾക്കാം. ഓക്കെ, സോ സൈൻ ഔട്ട് ഉണ്ടോ? ടൈം ഔട്ട് ആയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആകെ 2 വരി പറഞ്ഞു എന്ന് എന്റെ സംശയം. എനിവേ നോ പ്രോബ്ലം. അതിന് പോർഷൻ തീരുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം ഒന്നും പറ്റില്ല നിങ്ങൾക്ക്. അത് പ്രീവിയസ് ബാച്ചുകള് സന്തോഷത്തോടു കൂടി ഇറങ്ങി പോകുന്നത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഓക്കെ, സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ മാം, ഞാൻ ഇന്ന് സൈൻ ഔട്ട് പറയട്ടെ. മേ ബി എന്റെ ക്ലാസ് ആയിരിക്കും. ഓക്കെ മാം. സോ നിങ്ങൾക്കൊന്ന് കണ്ടാ കൊള്ളാന്നുണ്ടല്ലോ. അയ്യോ, ഞാൻ കാണാൻ കൊള്ളുന്ന കോലത്തിലല്ലോ നമ്മളെ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ഞാനാണ് പിന്നെ ഇപ്രാവശ്യത്തെ ഇത് പ്രസന്റ് ചെയ്ത്. അവരെല്ലാരും എന്നെ കണ്ടിട്ടുണ്ട്. ആണോ? ഞാൻ കണ്ടോ? ചിൽഡ്രൻസ് ഡേ മാം. നൈറ്റിയിലാണ്. സുന്ദരമായ ഒരു കോലം തന്നെയാണല്ലോ. പിന്നെ ഇന്നത്തെ ക്ലാസ് നമുക്ക് എടുത്തുന്ന ജിഷ മാമിനോട് എനിക്ക് തീരാതെ നന്ദിയുണ്ട്. കാരണം മാമിന്റെ ക്ലാസ് തന്നെ അത്രയും ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം നിങ്ങൾ ഭയങ്കര ലക്കിയാണ്. ഇനിയിപ്പോ മാമിന്റെ ക്ലാസ് കിട്ടില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഉള്ളൊരു ടെൻഷൻ കൂടി ഉണ്ട്. കാരണം ഇത്രയും പേഷ്യൻസ്, ഞാൻ ഒരുപാട് മാമിന്റെ അടുക്കുന്ന പഠിക്കുന്ന ഒരു കാര്യം മാമിന്റെ പേഷ്യൻസ് ആണ്. കാരണം ഞാനാണെങ്കിൽ എന്റെ ക്ലാസ് എടുക്കുന്ന ഇൻ ബിറ്റ്വീൻ ഇത്രയും സംശയം ചോദിച്ചാൽ പിന്നെ പറയാന്ന് പറയും, ഉറപ്പായിട്ടും പറയും. നമ്മളെല്ലാരും, ഞാനടക്കം മാമിനെല്ലാരും ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എന്നാലും മാം ഓരോരുത്തരെയും എടുത്തിട്ട് അവരെ ഒരു ക്ലിയർ ചെയ്തിട്ടാ മാം പോകുന്നത്.
അപ്പം ഞാനും മാമിനെ പോലത്തെ ഒരു മാം ആവാനാണ് ഞാനും ശ്രമിക്കുക. കാരണം എൻ്റെ ടീച്ചിങ്ങിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇത്ര നാളും പബ്ലിക് റിലേഷൻസിലും മാനേജ്മെന്റും ആ ഒരു രീതിയിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മാമിനെ പോലൊരു ടീച്ചർ ആവാനാണ് ഞാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ ദ സപ്പോർട്ട്. താങ്ക് യു. Okay, to all, have a nice day and Sapna, all the best. Do well. എപ്പോഴെങ്കിലൊക്കെ ഗ്രൂപ്പിലാണെങ്കിലും ഇവരോട് വിശേഷങ്ങൾ ഷെയർ ചെയ്യൂ. കീപ് ഇൻ ടച്ച്. സ്പെഷ്യൽ ബാച്ചിന്റെ കാര്യം ഞാനൊന്ന് കൺസിഡർ ചെയ്യാം കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. മീറ്റിംഗ് ഒന്നും കൊടുത്തില്ലേ, കാരണം ചിലര് നിങ്ങൾ റെക്കോർഡ് ക്ലാസ് കാണുമ്പോ വർത്താനം കേൾക്കാൻ എനിക്ക് വയ്യാന്ന് പറഞ്ഞപ്പോ ചിലപ്പോ അപ്പൊ ഒന്നൊരു ബ്രീഫിംഗ് കൊടുത്തേക്ക് കുറച്ച് ഭാഗം എടുത്തുള്ളൂ, ഡൗട്ട്സ് ക്ലിയർ ചെയ്യായിരുന്നു എന്ന് പറഞ്ഞേക്കിട്ടോ. അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നവർക്ക് അതൊരു വിഷമായി പോകും. അവര് ഓടി വന്ന് ഓൺ ചെയ്ത് 1 മണിക്കൂർ വേസ്റ്റ് ആയി പോകരുതല്ലോ. താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.